الحمد لله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العظيم أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمد الذي شاهد ومبشر ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وبشر المؤمنين بأن لهم من الله فضلا كبيرا بسم الله الرحمن الرحيم ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين وكان الله بكل شيء عليما يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور وكان بالمؤمنين رحيما تحيتهم يوم يلقونه سلام وأعد لهم أجرا كريما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم حب النبي ومدحه خير العمل ووصى الإله به يبلغه العمل وله بنيل شفاعة طه كفل عند الإله منعما تنعيما صلوا عليه وسلموا تسليما يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي وعلى أمة محمد صلى الله عليه وسلم ഏറെ ബഹുമാന ആദരവുകളുള്ള മുറമേൽ മുഹ്യിദ്ദീൻ മസ്ജിദിന്റെ കർമ്മനിരതനായ ഗുരുതുല്യനായ ഇമാം ബഹുമാന്യനായ അൻസർ മന്നാനി ഉസ്താദ് അവர்கள் ഈ പരിശുദ്ധവും പരിപാവനവുമായ
നമ്മുടെയൊക്കെ ജമാഅത്തായ മങ്ങാട്ടുകാവ് ജമാഅത്തിന്റെ ആദരണീയനായ ഇമാം ഈ മഹത്തായ മജ്‌ലിസിനെ നല്ല രീതിയിൽ നല്ല ഭാഷണത്തോടെ ഉദ്ഘാടനം ചെയ്ത് നിർവഹിച്ച ബഹുമാന്യനായ സുഹൃത്ത് സൽമാൻ ഉസ്താദ് അവர்கள் ഈ പവിത്രവും പരിപാലനവുമായ മസ്ജിദിന്റെ കർമ്മനിരതരായ പരിപാലന സമിതി അംഗങ്ങൾ ഈ മുബാറക്കായ മജ്‌ലിസിലോട്ട് ബന്ധപ്പെട്ട് ഏറെ സ്നേഹം നിറഞ്ഞ ഉമ്മബന്ധുമാരെ സഹോദരങ്ങളെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം ഇതര സഹോദര സമുദായത്തിലെ പ്രിയപ്പെട്ടവർ കേൾക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പവിത്രമായ ദീനുൽ ഇസ്ലാമിന്റെ തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്ന ഈ മഹത്തായ മജ്‌ലിസിനെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഇവിടെ ചൊല്ലപ്പെടുന്ന സ്വലാത്തുകളുടെ ബറക്കത്ത് കൊണ്ട് പറയപ്പെടുന്നതും കേൾക്കുന്നതുമായ ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ ദുരിതങ്ങളും നമ്മുടെ വേദനകളും വേവലാതികളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അല്ലാഹു ദൂരീകരിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളെ കൂട്ടുകുടുംബാദികൾ നമ്മളെ സ്നേഹിച്ചവർ നമ്മളെ സഹായിച്ചവർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും അവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് മറക്കപ്പെട്ട സ്വർഗ്ഗവും അല്ലാഹു നൽകുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്കൊക്കെയും മരിക്കുന്ന കാലത്തോളം അല്ലാഹു ആരോഗ്യവും ഇസ്സത്തും അല്ലാഹു നസീബാക്കുമാറാവട്ടെ. എപ്പോ മരിച്ചാലും ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്പഷ്ടവും വ്യക്തവുമായിട്ട് ഉച്ചരിച്ച് ഒരു വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങളെല്ലാം വീട്ടി ഒരാളോടും വൈരാഗ്യമില്ലാത്ത അവസ്ഥയിൽ നല്ല രീതിയിൽ ഉപയോഗം ചെയ്ത് സംസം വെള്ളം കുടിച്ച് നമ്മുടെ മക്കളുടെ സാന്നിധ്യത്തിൽ ഈമാനോടുകൂടി തൗബ ചെയ്ത് മരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് മുറമേൽ മസ്ജിദ് പരിചയമുള്ള നാടാണ്. കഴിഞ്ഞ വർഷം ഇവിടെ വന്നതാണ്. ഒരു ദിവസം നിങ്ങളുമായിട്ട് സംവദിച്ചതാണ്. ഇന്ന് വരുമ്പോ അതേ സ്ഥലം തന്നെ, പക്ഷെ പ്രഭാഷണം നടക്കുന്നത് വേറൊരു സ്ഥലത്ത് എന്ന് മാത്രം. കഴിഞ്ഞ വർഷം നമ്മുടെ സദസ്സിന്റെ ഒരു ഭംഗിയായിരുന്നു മങ്ങാട്ടുകാവ് പള്ളിയിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ. അവരുടെ അസാന്നിധ്യം മാത്രമേ നമ്മുടെ സദസ്സിൽ കുറവുള്ളൂ. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ആളുകൾ സദസ്സിൽ കാണുന്നുണ്ട്. അല്ലാഹു തീരുന്നത് വരെ എൽമ കേൾക്കാനും അതിൽ നിന്നും ഉൾക്കൊള്ളാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 1.5 സഹസ്രാബ്ദം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ 1500 വർഷം. കൃത്യമായി പറയുകയാണെങ്കിൽ 5 ലക്ഷത്തിൽ പരം പതിനായിരങ്ങൾ. ഒരു രൂപവുമില്ല, ഒരു പ്രതിമയും ഇവിടെ കാണാനും സാധിക്കില്ല. എങ്കിലും ആ പ്രവാചകന്റെ നിറമേതായിരുന്നു, എത്ര തലമുറ ധരിച്ചിരുന്നു, ഏത് വസ്ത്രമാണ് ധരിച്ചിരുന്നത്, എത്ര ഉയരമുണ്ടായിരുന്നു, മീശയുണ്ടായിരുന്നു, താടി ഉണ്ടായിരുന്നു, അവിടുത്തെ നടത്തം എങ്ങനെയായിരുന്നു, അവിടുത്തെ പുഞ്ചിരി എങ്ങനെയായിരുന്നു, പുഞ്ചിരിക്കുമ്പോൾ പല്ല വെളിവാകാറുണ്ടായിരുന്നു. ഒരു മനുഷ്യന്റെ പ്രതിമയില്ല, രൂപവുമില്ല, ഒരു ദോഷവുമില്ല. എങ്കിൽ പോലും ആ പ്രവാചകനെ കുറിച്ച് കൃത്യവും വ്യക്തവും സ്പഷ്ടവുമായിട്ട് ഒരു നേർരേഖ മാത്രം നമ്മുടെ മുന്നിലുണ്ട്, ചരിത്രത്തിലുണ്ട്. സഹോദരങ്ങളെ, ആ പ്രവാചകനെ ലോകത്തുള്ള 200 കോടിയിൽ പരം മുസ്ലിമീങ്ങൾ സ്വന്തം ജീവിതത്തെക്കാളും സ്വന്തം മാതാപിതാക്കളെക്കാളും സ്വന്തം മക്കളെക്കാളും സ്നേഹിക്കുന്നു. പ്രവാചകനോടും സ്നേഹിക്കപ്പെട്ട ഒരു നേതാവിനെ നമുക്ക് ലോക ദർശനങ്ങളിൽ കാണാൻ കഴിയില്ല. പ്രവാചകനെ പോലെ സ്നേഹിക്കപ്പെട്ട ഒരു നേതാവിനെ നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ ലോകലോകമാനമുണ്ട്, എത്രയോ മതങ്ങൾ ലോകലോകമാനമുണ്ട്, അംഗബലം കൂടുതലുള്ള എത്രയോ മതങ്ങളുണ്ട്. അവരുടെ മതസ്ഥാപകന്മാരുടെ രൂപവും പ്രതിമയും സുലഭമാണ്, എവിടെയും എടുക്കാവുന്ന ഒന്നാണ്. ഹബീബായ നബിതങ്ങളെ കണ്ട ആരും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നില്ല. എന്നാലും ആ പ്രവാചകനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ഈ പാതിരാത്രി നല്ല രീതിയിൽ സുന്ദരമായിട്ട് ഇടപെടുകയുള്ള നമ്മുടെ സമയം ഈ മജ്‌ലിസിലോട്ട് കൊടുത്ത് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നതും ആ പ്രവാചകനോടുള്ള സ്നേഹം മാത്രമാണ് അതിനുള്ള കാരണം. ആ നബിതങ്ങളോടുള്ള
അവിടത്തോടുള്ള ഇഷ്ക്, അവിടത്തോടുള്ള പ്രണയം, അത് മാത്രമാണ് നമ്മളെ ഈ മജ്‌ലിസിലോട്ട് എത്തിച്ചത്. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അവിടത്തെ മുഖം സ്വപ്നത്തിൽ കണ്ട് എപ്പോ മരിക്കുന്നുവോ ആ സമയം മുഖമുഖം ദർശിച്ച് മരിക്കാൻ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. സഹോദരങ്ങളെ, നബിതങ്ങളെക്കാളും വലിയൊരു മനുഷ്യൻ, നബിതങ്ങളെക്കാളും പകരം വെക്കാൻ പറ്റുന്ന മറ്റൊരു നേതാവ് നമുക്ക് ഇവിടെയാണ് കാണാൻ സാധിക്കുക. സോഷ്യൽ മീഡിയയിൽ 24 മണിക്കൂറിൽ ഭൂരിപക്ഷം സമയവും ചെലവഴിക്കുന്നവരാണ് നമ്മൾ. ഗൂഗിൾ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം, ഹൂ ഈസ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ ദ വേൾഡ്. ലോകത്തെ 150 പരം രാജ്യങ്ങളെ സ്വാധീനിച്ച ഏറ്റവും വലിയ വ്യക്തി ആരാണ് എന്ന് ഇന്റർനെറ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് നമുക്കൊരു മറുപടി തരും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളോളം ലോകത്തെ സ്വാധീനിച്ച ഒരു വ്യക്തി വേറെയില്ല. എല്ലാ ദർശനങ്ങളിലും നബിതങ്ങളുടെ ജീവിതചര്യ എടുക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നബിതങ്ങളുടെ ജീവിതചര്യ എടുക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ മതങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതചര്യ എടുക്കപ്പെട്ടിട്ടുണ്ട്. ഏത് പ്രത്യയശാസ്ത്രം എടുത്തു നോക്കിക്കൊള്ളി, കമ്മ്യൂണിസത്തിന്റെ സ്ഥാപക നേതാവാണ് കാൾ മാർക്സ്. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പല പദങ്ങളും മദീനയിൽ കേവലം 23 വർഷം മാത്രം പ്രബോധനം ചെയ്ത മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പ്രത്യയശാസ്ത്രമാണ്. നെഹ്റു പോലും ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ പലപ്പോഴും വായിച്ചു കേട്ട ചരിത്രം അങ്ങനെയാണ് പല കോൺഗ്രസുകാരുടെയും പ്രൊഫൈലിലാണ് എഴുതിയിരിക്കുന്നത്. കോൺഗ്രസ്മാൻ അങ്ങനെ എഴുതിയിരിക്കുന്നത് ഞാനൊരു നെഹ്റുവിന്റെ അനുയായിയാണ്. ആ നെഹ്റുവിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറയുന്നുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം ഞാൻ എന്റെ ജീവിതത്തിൽ 200-ൽ പരം വട്ടം വായിച്ചു തീർത്തിട്ടുണ്ട്. എല്ലാ നേതാക്കന്മാരും, ഏത് നേതാക്കന്മാരും, ഏത് സ്ഥാപകന്മാരും നോക്കി കണ്ടതും പഠിച്ചതും അനുധാവനം ചെയ്യാൻ ആഗ്രഹിച്ചതും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു 3 സ്വലാത്ത് ചൊല്ലിക്ക്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. നല്ല രീതിയിൽ സ്വലാത്ത് ചൊല്ലണം. ദുആ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം. അത്ര മാത്രമേ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുള്ളൂ. തിരിവൊന്നുമില്ല. അൽഹംദുലില്ലാഹ്, നല്ല സ്വലാത്ത് വേണം, നല്ല ആമീൻ വേണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തോട്ട് കടന്നു വന്നു. അവിടുന്ന് പറഞ്ഞു, നബിയേ, സ്വജീവിതത്തെക്കാളും എന്റെ നഫ്സ് കഴിഞ്ഞാൽ, എന്റെ ശരീരം കഴിഞ്ഞാൽ, എന്റെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ, എന്റെ മക്കൾ കഴിഞ്ഞാൽ ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാണ് എന്ന് ഹബീബായ നബിതങ്ങളോട് പറയുമ്പോൾ നബിതങ്ങൾ പറയുമ്പോൾ ഒരു മുസ്ലിമായി സ്വന്തം ജീവിതം കഴിഞ്ഞാൽ, സ്വന്തം മാതാപിതാക്കൾ കഴിഞ്ഞാൽ, സ്വന്തം മക്കൾ കഴിഞ്ഞാൽ ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. ആരാണ് പറയുന്നത്? അല്ലാഹു സലാം പറഞ്ഞ ഉമർ, മദീനത്തെ പള്ളിയിൽ നബിതങ്ങളോടൊപ്പം കിടക്കുന്ന ഉമർ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗ്ഗം കൊണ്ട് സന്തോഷം അറിയിക്കപ്പെട്ട ഉമർ. ആ ഉമറോട് മുസ്ലിമായിട്ടില്ല. എന്താണ് നബിയെ അങ്ങനെ പറയാനുള്ള കാരണം? നബിതങ്ങളോട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമറോട് പറയുകയാണ്, അല്ലാഹു ലാ യഅലമു അഹദുൻ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എപ്പോഴാണ് ഒരാൾ മുഅ്മിനായി തീരുന്നതെന്നറിയുമോ? എപ്പോഴാണ് ഒരാൾ മുസ്ലിമായി തീരുന്നതെന്നറിയുമോ? ഉറവേറെ മുസ്ലിമിന്റെ അംഗത്തിലേക്ക് കടന്നു മുസ്ലിമേ, ഞാൻ നിങ്ങളും എപ്പോഴാണ് പരിപൂർണ്ണ മുസ്ലിമായി തീരുന്നത്? 5 വക്ത് നിസ്കരിച്ചതുകൊണ്ട് മാത്രമായില്ല, റമദാനിൽ നോമ്പ് പിടിച്ചതുകൊണ്ട് മാത്രമായില്ല, ലക്ഷങ്ങൾ ചെലവഴിച്ച് ഹജ്ജ് ചെയ്തത് കൊണ്ട് മാത്രമായില്ല, സമ്പാദിച്ചത് കുറെ സദഖ ചെയ്തത് കൊണ്ട് മാത്രമായില്ല. ഒരു മനുഷ്യൻ എപ്പോഴാണ് മുസ്ലിമാകുന്നതെന്നറിയുമോ? ലാ
يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. അവിടുന്ന് വിധങ്ങൾ പറഞ്ഞു തരികയാണ്, സ്വന്തം ജീവിതത്തെക്കാളും നൊന്ത് പ്രസവിച്ച മക്കളെക്കാളും 9 മാസക്കാലം കഷ്ടപ്പെട്ട് ഗർഭം ചുമച്ച് പ്രസവിച്ച മാതാവിനെക്കാളും പകലന്തിയോളം കഷ്ടപ്പെട്ട് ചേർന്ന് പാടുപെട്ട് പണിയെടുത്ത് ഭക്ഷണം കൊണ്ടുവന്നു പിതാവിനാലും അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നത് വരെ നീ ഒരു യഥാർത്ഥ മുസ്ലിമാണല്ലോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ കൽബിന്റെ തുടിപ്പാണ്, അയലിന്റെ നിലവാണ്, ഹൃദയത്തിന്റെ വികാരമാണ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാത്തിനേക്കാളും കൂടുതൽ അല്ലാഹുവിന്റെ പ്രവാചകനെ പ്രണയിച്ചവരെ പാടിപ്പോയതും എന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലേ, വൃക്ഷങ്ങളുടെ ചില്ലകളിൽ നിന്ന് കുരുവികൾ തലവിലകൂട്ടുന്ന കാലത്തോളം അങ്ങയുടെ പ്രകീർത്തനങ്ങൾ ലോകത്ത് നിലനിൽക്കട്ടെ നബിയേ. അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരികയാണ്, പ്രവാചകനോടുള്ള ഇഷ്ടം എന്തോന്നറിയുമോ? സൂറത്തുൽ തൗബ സൂറത്തുണ്ടല്ലോ, ഇതിലൂടെ അല്ലാഹു പറഞ്ഞു തരികയാണ്, ജന്മം തന്ന മാതാപിതാക്കളെക്കാളും കൂടെ കിടക്കുന്ന ഇണയെക്കാളും മക്കളെക്കാളും കൂട്ടുകുടുംബാദികളെക്കാളും അല്ലാഹുവിന്റെ ഹബീബിനെ നീ സ്നേഹിച്ചിട്ടില്ല എങ്കിലോ നിന്നെ കാത്തിരിക്കുന്നത് നദിനകടമായ ശിക്ഷയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എല്ലാവരെക്കാളും കൂടുതൽ സ്നേഹിക്കണം ജന്മം തന്ന മാതാപിതാക്കളെക്കാൾ. നമ്മൾ കഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്, അവരെക്കാൾ എല്ലാവരെക്കാളും കൂടുതൽ അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കണം. ഇമാം ഖുർതുബി റളിയല്ലാഹു തആല ഏറ്റവും വലിയ ഖുർആൻ പണ്ഡിതനാണ്. ഖുർആന്റെ വ്യാഖ്യാനം നല്ല രീതിയിൽ എഴുതിയ മനുഷ്യനാണ് ഇമാം ഖുർതുബി റഹ്മത്തുള്ളാഹി തആല. അല്ലാഹു അവരുടെ കൂടെ നമുക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, നബി തങ്ങളെ എല്ലാത്തിലും ഉപരി സ്നേഹിച്ചിട്ടില്ല എങ്കിൽ ദുനിയാവിലും പരീക്ഷണം ഉണ്ടാകും, ആഖിറത്തിലും പരീക്ഷണം ഉണ്ടാകും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്താ ഒരുപാട് നാട്ടുകാർക്ക് പള്ളിയുടെ കബർസ്ഥാനിൽ പോയിരിക്കുന്നില്ല, ഒരു ഒന്നുറക്കെ പറഞ്ഞ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിങ്ങളിങ്ങനെ പറയണം, അല്ലാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. നബി തങ്ങളെ സ്നേഹിക്കാൻ നബിതങ്ങളോടൊപ്പം സ്വർഗ്ഗം നേടി 4 കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ നബി തങ്ങളോടൊപ്പം സ്വർഗ്ഗം ആഗ്രഹിക്കുന്നവരോട് പറഞ്ഞു തരുന്നുണ്ട്. എത്ര കാര്യങ്ങൾ? എത്ര കാര്യങ്ങൾ? 4 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഹബീബായ നബി തങ്ങളോടൊപ്പം സ്വർഗ്ഗമുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? ഒന്ന്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന സമയം കളയുന്നില്ല, തമാശ പറയുന്നില്ല, പാട്ട് പാടുന്നില്ല. 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റണം, അത്രയേ ഉള്ളൂ. എനിക്ക് പാട്ട് പാടാനും അറിയില്ല, തമാശ പറയാനും അറിയത്തില്ല. 1.5 മണിക്കൂർ പഴന്ന് നല്ല രീതിയിൽ ദുആ ചെയ്ത് തൗബ ചെയ്തിട്ട് നമുക്ക് പിരിയണം. ഹബീബിന്റെ മാസമാണ് റമദാൻ. അടുത്ത റബീഉൽ അവ്വലിന് മുമ്പ് ഉംറ ചെയ്യാൻ നിങ്ങൾ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഖുർആൻ അങ്ങനെ പറയുന്നത്, ഒന്ന്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഫാമിനൂ ബില്ലാഹി വറസൂലിഹി വന്നൂരിൽ ലദീ അൻസൽനാ വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. എന്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ്
സ്വർഗമാണ് സ്വർഗം. 5 വക്ത് നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുന്നത് സ്വർഗമാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതും സ്വർഗമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും നമ്മൾ ദുആ ചെയ്യുന്നത് സ്വർഗമാണ്. എന്നാൽ എന്റെ സഹോദരാ, നബി തങ്ങളോടൊപ്പം നിനക്ക് സ്വർഗം വേണോ? അഷ്റഫുൽ ഖൽഖിനോടൊപ്പം നിനക്ക് സ്വർഗം വേണോ? അല്ലാഹുവിന്റെ റിഹ്വാൻ ഒന്നാമതായിട്ട് പറഞ്ഞു തരികയാണ്. നബി തങ്ങളോടൊപ്പം സ്വർഗം നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവിടുന്ന് ജീവിച്ച് കാണിച്ചതുപോലെ, അവിടുന്ന് പറഞ്ഞു തന്നതുപോലെ, അവിടുന്ന് പ്രവർത്തിച്ചതുപോലെ, അവിടുന്ന് പ്രകടിപ്പിച്ചതുപോലെ എല്ലാത്തിനും നിനക്ക് വിശ്വാസം വേണം സഹോദരാ. നിബിധങ്ങൾക്ക് അല്ലാഹു കൊടുത്ത കഴിവാണ് മുഅ്ജിസത്ത്. ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുത്ത കഴിവാണ് കറാമത്ത്. അവർ കാണിച്ച അത്ഭുതകരമായ കാര്യങ്ങളുണ്ടല്ലോ, അതിലെല്ലാം നിനക്ക് ഒന്നുപോലും ഇടാതെ വിശ്വാസമുണ്ട്. എന്നാലും നിനക്ക് നബി തങ്ങളോടൊപ്പം സ്വർഗമുണ്ടെന്നോ അല്ലാഹുവിന്റെ വിശുദ്ധ ഇന്ന് നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈമാനാണ്. ഇന്ന് ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് കണ്ണുകുടിയല്ലടോ, ജാലമല്ലടോ, ചീട്ടുകളിയല്ലടോ, ചൂതാട്ടമല്ലടോ. വളർന്നു വരുന്ന യുവ തലമുറയിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതുണ്ടെന്നറിയുമോ? ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ സഹോദരാ? പറഞ്ഞ കാര്യങ്ങളിൽ പോലും വിശ്വാസമില്ലാതായി. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് അല്ലാഹു കൊടുത്ത അത്ഭുതകരമായ കഴിവാണ് മുഅ്ജിസത്ത്. ആ മുഅ്ജിസത്തുകളിൽ വിശ്വാസമില്ലെങ്കിലോ ഇസ്ലാമിന്റെ വെളിയിലാ, ഈമാനിന്റെ വാതിലിന്റെ പുറത്താ. നബിതങ്ങളുടെ മുഅ്ജിസത്തുകളെ കുറിച്ചറിയുമോ? നബിതങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങളെ കുറിച്ചറിയുമോ? നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. മായാവി കഥകളാണെന്ന് പറയുന്നവരുണ്ടോ, അങ്ങനെയൊന്നുമില്ലെന്ന് പറയുന്നവരുണ്ടോ? നബിതങ്ങളെ കുറിച്ച് മുസ്ലിയാക്കന്മാരെ കളവ് പറയുന്നതാണെന്ന് പറയുന്നവരുണ്ടോ? എന്നാൽ വിശ്വസിക്കേണ്ട ചില മുഅ്ജിസത്തുകളുണ്ടോ? അതിൽ നിനക്ക് വിശ്വാസമില്ലെങ്കിൽ എന്റെ പേര് കൊണ്ട് മുസ്ലിമായിട്ട് കാര്യമില്ല സഹോദരാ. ഏതെങ്കിലും മഹല്ലിൽ നിന്റെ പേരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഇസ്ലാമിന്റെ വെളിയിലാ. നബിതങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മുഅ്ജിസത്തുകളെ കുറിച്ചറിയുമോ? അവിടുന്ന് ജനിച്ചപ്പോൾ പേർഷ്യൻ സാമ്രാജ്യം ആരാധിച്ചുകൊണ്ടിരുന്ന, വർഷങ്ങളായിട്ട് കെടാതിരുന്ന അഗ്നിപങ്കം മറഞ്ഞുപോയി, സാവാ തടാകം പറ്റി വരണ്ടുപോയി. പഠിച്ചവനെ, നബിതങ്ങളും നടക്കുമ്പോൾ ആകാശലോകത്തുള്ള മേഘങ്ങൾ തണലിട്ട് കൊടുക്കുമായിരുന്നു. കല്ലുകളും വൃക്ഷങ്ങളും സ്വലാത്ത് ചൊല്ലുമായിരുന്നു. നബിതങ്ങളോട് സലാം പറയുമായിരുന്നു. അവരോട് സലാം മടക്കുമായിരുന്നു. അവിടുത്തെ ശരീരത്തിന് നിഴലില്ലായിരുന്നു. അവിടുന്ന് നടന്നു പോകുമ്പോൾ ഏത് നട്ടുച്ച നേരത്തിലാണെങ്കിലും നിഴൽ കാണാൻ കഴിയില്ലായിരുന്നു. എത്ര വൃത്തിഹീനമായ സ്ഥലങ്ങളിലൂടെയാണ് നടന്നു പോകുന്നതെങ്കിലും അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിലോ ഈച്ചകളൊന്നിരിക്കാറില്ലായിരുന്നു. വൃത്തികെട്ട സ്ഥലങ്ങളിലും നെജസുകളിലും അഴുക്കുകളിലും അഴുക്ക് ചാടിലും പോയിരിക്കുന്ന ഈച്ചകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്ത് പോലും വരാറില്ലായിരുന്നു. യാ അല്ലാഹ്, അവിടുത്തെ ചൂണ്ടുവിരലിന്റെയും നടുവിരലിന്റെയും ഇടയിലൂടെ ശുദ്ധജലം കടന്നു വരുമായിരുന്നു. യുദ്ധത്തിന്റെ സമയത്ത് ശത്രുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടി മദീനയുടെ ചുറ്റും കിടന്നു കുടിക്കുകയായിരുന്ന സ്വഹാബത്ത് വരൾച്ചയായിരുന്നു സഹോദര. ശുദ്ധവെള്ളം കിട്ടാനില്ലായിരുന്നു. സ്വഹാബത്ത് വെള്ളം കുടിക്കാതെ ബുദ്ധിമുട്ടുകയാണ്, ദാഹപരിവേശരാകുകയാണ്. നബിതങ്ങളോട് സങ്കടപ്പെട്ടുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ദാഹിക്കുന്നു നബിയേ, ദാഹിക്കുന്നു നബിയേ, വെള്ളം കുടിച്ചിട്ടില്ലെങ്കിലും മരിച്ചു പോകും നബിയേ. ഇത് ഞങ്ങളെ കൊണ്ട് അവിടെ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കില്ല. ഒരൽപ്പം വെള്ളം കിട്ടുമോ നബിയേ? സമീപത്ത് കിണറില്ല, അരുവികളില്ല, പുഴയില്ല, മരുഭൂമിയാണ് സഹോദര. ഈ
സമയത്താണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത്, ആരുടെയെങ്കിലും കയ്യിൽ വലിയൊരു ഗ്ലാസ് ഉണ്ടോ, ആരുടെയെങ്കിലും കയ്യിൽ വലിയൊരു പാത്രമുണ്ടോ, എന്നാൽ എന്റെ മുന്നിലേക്ക് കൊണ്ടുവാ. അവിടുന്ന് ആകാശലോകത്തേക്ക് രണ്ട് കരങ്ങളും ഉയർത്തിയിട്ട് ആകാശലോകത്തേക്ക് നോക്കിക്കൊണ്ട് പറയുന്നു, ബിസ്മില്ലാഹ് വഅലാ മില്ലത്തി ഇബ്രാഹീം. അവിടുന്ന് ദുആ ചെയ്യുകയാണ്. എന്നിട്ട് പാത്രത്തിന്റെ മുകളിലോട്ട് രണ്ട് വിരലുകളും നീട്ടുകയാണ്. രണ്ട് വിരലിന്റെയും ഇടയിലൂടെ ശുദ്ധജലം താഴോട്ട് വരികയാണ്. ഇത് നബികളുടെ ജീവിതത്തിൽ നടന്ന സംഭവമാണ്. ഇതിൽ വിശ്വാസമില്ലെങ്കിൽ ഞാനും നിങ്ങളും ഇസ്ലാമിന്റെ വെളിയിലാണ്, ഞാനും നിങ്ങളും ഇസ്ലാമിന്റെ വെളിയിലാണ്. തീർന്നില്ല സഹോദരാ, നബികൾ മലമൂത്ര വിസർജനം ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ വിസർജനങ്ങളെ ഭൂമി വിഴുങ്ങുമായിരുന്നു. അതുപോലെ ഭൂമി വിഴുങ്ങുമായിരുന്നു. മലമൂത്ര വിസർജനം ചെയ്ത് കഴിഞ്ഞാൽ വിസർജനങ്ങളെ ഭൂമി വിഴുങ്ങുമായിരുന്നു. അവസാനമായി തൊഴിലുപോലും പറഞ്ഞു വരാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വിയർപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നബിതങ്ങളുടെ വിയർപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവിടുത്തെ മുഅ്ജിസത്തായിരുന്നു അവിടുത്തെ വിയർപ്പ്, അവിടുത്തെ മുഅ്ജിസത്തായിരുന്നു അവിടുത്തെ വിയർപ്പ്. ഒരു ദിവസം നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ മദീനത്തെ പള്ളിയിൽ നിന്നും ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലോട്ട് കടന്നു വന്നു. ഭക്ഷണം കഴിച്ചവിടുന്ന് വിശ്രമിച്ചു. കിടന്നുറങ്ങുന്ന പ്രവാചകന്റെ ശരീരത്തിൽ നിന്നും വിയർപ്പിങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്, വിയർപ്പിങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. കാരണം മാലാരുള്ളിമാണ്, വല്ലാത്ത ചൂടാണ്, സഹിക്കാൻ കഴിയില്ല. തങ്ങളുടെ ശരീരത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് അവിടുന്ന് ഒരു കുപ്പിയിലോട്ട് ശേഖരിക്കുകയാണ്. തങ്ങളുടെ ശരീരത്തിലുള്ള വിയർപ്പ് ഒരു കുപ്പിയിലോട്ട് ഇങ്ങനെ ശേഖരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനക്കം കേട്ട് നബിതങ്ങൾ ഉണർന്നു. ചെയ്യുന്ന പ്രവർത്തനം കണ്ടു. അവിടുന്ന് ചോദിച്ചു, ഉമ്മു സുലൈം, എന്തിനാണ് എന്റെ വിയർപ്പ് നീ ശേഖരിക്കുന്നത്? എന്റെ വിയർപ്പ് നീ എന്തിനാ ശേഖരിക്കുന്നത്? ഉമ്മു സുലൈം റളിയല്ലാഹു തആല മറുപടി കൊടുക്കുന്നതെന്നറിയുമോ? യാ റസൂലല്ലാഹ്, എനിക്ക് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നബിയേ, എനിക്ക് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നബിയേ. ഇതിന് കസ്തൂരിയെക്കാളും സുഗന്ധമുണ്ട്. അടുത്ത പെരുന്നാളിന് എന്റെ മക്കളുടെ പള്ളിയിലോട്ട് പോകുമ്പോൾ ഇത് ഞാൻ അവരെ തേപ്പിക്കും നബിയേ, ഇത് ഞാൻ അവരെ തേപ്പിക്കും നബിയേ. സുഗന്ധം ആവശ്യം വരുമ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കും നബിയേ. രണ്ടാമത്തെ ആവശ്യം എന്തെന്നറിയുമോ? ഇതെന്റെ മക്കൾക്കും മരുന്നാണ് നബിയേ. ഇതുകൊണ്ട് ഞാൻ എന്റെ മക്കളെ ചികിത്സിക്കും നബിയേ. എത്രയോ മോചിസത്തുകൾ നബിതങ്ങൾക്കുണ്ടായിരുന്ന സഹോദരോ, എത്രയോ മോചിസത്തുകൾ നബിതങ്ങൾക്കുണ്ടായിരുന്നു. അമ്പിയാക്കന്മാർക്ക് അല്ലാഹു കൊടുത്ത അത്ഭുതകരമായ കഴിവുകളാണ് മോചിസത്തെന്ന് പറയുന്നത്. മഹാനായ ഇമാം ഗസാലി തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, നബിമാർക്ക് അല്ലാഹു കൊടുത്ത മോചിസത്തുകളിൽ ഒരാൾക്ക് വിശ്വാസമില്ലെങ്കിലോ അവൻ ഇസ്ലാം എന്ന മതത്തിന്റെ വിടയിലാണല്ലോ. മഹാനായ ഇമാം ഗസാലി തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്. ഇമാം ഗസാലി തങ്ങൾ അവിടുന്ന് പറയുന്നു, ആര് അല്ലാഹുവിന്റെ അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകളിൽ അവിശ്വാസം പ്രകടിപ്പിച്ചു, നബിമാർക്ക് അല്ലാഹു കൊടുത്ത കഴിവാണ്. ഈസാ നബി മരിച്ചു കിടന്നവരും ജീവിപ്പിച്ചിട്ടുണ്ട്. കുഷ്ഠരോഗമുള്ളവരുടെ ശരീരത്തിൽ ഒന്ന് തടവിയപ്പോൾ അവരുടെ കുഷ്ഠരോഗം മാറിയിട്ടുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനെ ജീവിപ്പിച്ച ചരിത്രം കിതാബുകളിലുണ്ട്. നബിതങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നെല്ലാം അവിശ്വസിച്ച് അവസാനം അല്ലാഹനെ തന്നെ അവിശ്വസിക്കുന്ന ഒരു ഘട്ടത്തിലോട്ട് നമ്മൾ എത്തുന്നതാണ് ഏറ്റവും വലിയ സത്യം. പരിശുദ്ധ ഖുർആനിൽ പിതാവില്ലാതെ ഗർഭം ധരിച്ച ഒരു പെണ്ണിനെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്. ആരാണ്? മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല റളിയല്ലാഹു തആല മഹദി മറിയം ബീബി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹദി.
ആ മറിയം ബീവി റളിയല്ലാഹു തആല ഗർഭം ധരിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേനയാണ്. എങ്ങനെയാണ് ഗർഭം ധരിച്ചത് എന്ന് പോലും ഖുർആൻ പറയുന്നുണ്ട്. ബൈത്തുൽ മുഖദ്ദസിന്റെ സമീപത്തെ കുളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന മഹദി മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വയറ്റിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഊതുകയും അങ്ങനെ ഗർഭം ധരിക്കുകയും ഫഅജാഅതുൽ മഖാബു ഇലാ ജസ്ഇൻ നഖ്ല ഖാലത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുൻതു നസിയ്യൻ മൻസിയാ. വല്ലാണ്ട് പ്രസവവേദന അനുഭവിക്കുകയും ഒരു ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിലോട്ട് കടന്നു ചെല്ലുകയും അവര് പറഞ്ഞ വാചകം പോലും ഖുർആൻ എടുത്ത് ധരിക്കുന്നുണ്ട്. എന്താണ് അവര് പറഞ്ഞത്? പ്രസവിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ അത്രയ്ക്കും വേദനയാണല്ലോ എന്ന് മറിയം റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ വാചകം പോലും ഖുർആനിലുണ്ട്. വിശ്വസിക്കാൻ ഇന്നത്തെ കാലത്ത് വളരെ പ്രയാസകരമാണ്. പലർക്കും വളരെ പ്രയാസകരമാണ്. വിശ്വാസമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം അല്ലാഹു തന്നിട്ടുണ്ട്. അല്ലാഹു നമുക്ക് സമ്പത്ത് തന്നിട്ടുണ്ട്, നല്ല ഭാര്യയെ തന്നിട്ടുണ്ട്, നല്ല മക്കളെ തന്നിട്ടുണ്ട്, എല്ലാ സംവിധാനങ്ങളും നമ്മുടെ നാട്ടിൽ അല്ലാഹു തന്നിട്ടുണ്ട്. എല്ലാം തന്നപ്പോ നമ്മളിൽ നിന്നും നമ്മൾ പോലും അറിയാതെ അടർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നിന്റെ പേരാണ് ഈമാൻ. ഞാൻ കഴിഞ്ഞ ദിവസം കാസർഗോഡ് പോകുന്ന സമയത്ത് എറണാകുളത്ത് നിന്ന് ട്രെയിൻ കയറി. എന്റെ സമീപത്ത് മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പറയുന്നു, നല്ലൊരു ചെറുപ്പക്കാരനാണ്, സംസ്കാരത്തിനൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ് ഞാൻ ഒന്ന് ഫസ്റ്റിലേക്ക് കൈ പിടിക്കുന്നുണ്ട്, അപ്പൊ കൗണ്ടർ കൈ പിടിച്ചിട്ടുണ്ട്, സ്വലാത്ത് ചൊല്ലുവാണെന്ന് തോന്നുന്നു. ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ വാചകം യഥാർത്ഥത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പഠിക്കാൻ വരുന്നത് ഞാൻ പറഞ്ഞത് എന്നോടാണ്, കാസർഗോഡാണ്, വളരെ വേണ്ടി പോവാണ്. അദ്ദേഹം അദ്ദേഹം സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറയാം, ഉസ്താദേ, സൂറത്തു മറിയമിൽ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചൊന്നും വളരെ പറയാതിരിക്കുന്നതാണ് നല്ലത്. അതൊന്നും ഇന്നത്തെ കാലത്ത് സ്യൂട്ടാവില്ല. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വാചകമാണ്. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ മായാവി കഥ എന്ന് പറഞ്ഞ് ഉസ്താദിനെ പുച്ഛിക്കുകയുള്ളൂ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ആ ചെറുപ്പക്കാരന്റെ വാചകം കേട്ടപ്പോൾ ഒരൊറ്റ ഹദീസാണ് ഞാൻ ഓർത്തത്. തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളിലോട്ട് ഒരു കാലഘട്ടം കടന്നു വരും, തീച്ചൂള അതല്ലെങ്കിൽ തീക്കട്ട എടുത്തിട്ട് ഉള്ളം കയ്യിൽ വെക്കുന്നതിനേക്കാളും കഠിനമായിരിക്കും അന്നത്തെ കാലത്ത് പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്കലും ദീനിനെ പറയലും എന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി. എത്ര സത്യമാണ് ആ വാചകം തന്നെ. തീക്കട്ട അതെടുത്തിട്ട് ഉള്ളം കയ്യിൽ വെക്കുന്നതിനെന്തായിരിക്കും? നല്ല രസമായിരിക്കും അല്ലേ? ഉള്ളം കയ്യിലെടുത്ത് വെക്കണം, എടുത്തിട്ട് ഒരു 1 മിനിറ്റ് പിടിച്ചുകൊണ്ടിരിക്കും. അതിനേക്കാളും കഠിനമായിരിക്കും ദീനനുസരിച്ച് അവസാന കാലത്ത് ജീവിക്കലും ദീൻ പറഞ്ഞു കൊടുക്കണം. എത്ര സത്യമായ വാചകം, എത്ര സത്യമാണ് ആ വാചകം. അവസാന കാലഘട്ടത്തിലുള്ളവരാണ് നമ്മളൊക്കെ. അല്ലാഹു നമ്മുടെയൊക്കെ ഈമാൻ ഉറപ്പിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെയൊക്കെ ഈമാൻ ഉറപ്പിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നിബിധങ്ങൾ അവിടെ പറയുന്നത്, ഇന്ന മിൻ അശ്റാത്തി സാഅ, ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയ അടയാളം എന്തെന്നറിയുമോ? അത് ദമസ്കസിലെ പള്ളിയിലോട്ട് ഈസാ നബി കടന്നതല്ല, ദജ്ജാലിനെ ഇസ്രായേൽ എയർപോർട്ടിൽ വെച്ച് വധിക്കലല്ല, ഇമാം മഹദി കടന്നു വരലല്ല, 3ാം ലോക മഹായുദ്ധം കടന്നു വരലല്ല. ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയ അടയാളത്തെ കുറിച്ച് 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് ഇവിടുന്ന് പറഞ്ഞു തരികയാണ്. അതെന്തെന്നറിയുമോ? ഈ സമുദായത്തിലെ അംഗങ്ങൾ പ്രഭാതത്തിൽ മുസ്ലിമീങ്ങളായിരിക്കും, പ്രഭാതത്തിൽ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവർ മുസ്ലിമീങ്ങളായിരിക്കും. അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടായിരിക്കും, പ്രവാചകനിൽ വിശ്വാസമുണ്ടായിരിക്കും, പരലോക ചിന്തയുണ്ടായിരിക്കും. പക്ഷേ പ്രദോഷത്തിൽ അവർ ബെഡിലോട്ട് കടന്നു വരുമ്പോൾ അവർ ഇസ്ലാമിന്റെ വെളിയിലായിരിക്കും. പ്രഭാതത്തിൽ മുസ്ലിമായവൻ പ്രദേശത്തിൽ ഇസ്ലാമിന്റെ വെളിയിലായിരിക്കും. കൂട്ടമായിട്ട് ഇസ്ലാമിന്റെ വെളിയിലോട്ട് ആളുകൾ കടന്നു പോകും. അങ്ങനെ ഒരു കാലഘട്ടം കടന്നു വരാതെ ലോകം അവസാനം
അവസാനിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കഴിഞ്ഞ 2021 ടുഡേ ഇന്ത്യ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ മാധ്യമത്തിൽ എഴുതിയൊരു വാർത്തയുണ്ട്. ടുഡേ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചൊരു പത്രികയുണ്ട്. അതിൽ പറയുന്നുണ്ട് 20 കോടിയോളം ഇന്ത്യക്കാർ മുസ്ലിമീങ്ങളാണ്. കഴിഞ്ഞ 2021 കണക്ക് പ്രകാരം കേവലം 5 വർഷം കൊണ്ട് 1,20,00,000 വരുന്ന മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാര് അവര് മതം ഉപേക്ഷിച്ചു. എക്സ് മുസ്ലിം എന്ന് പറയുന്ന പദവി സ്വീകരിച്ചു. എക്സ് മുസ്ലിം ഇസ്ലാമിന്റെ വെളിയിലോട്ട് പോവുക, അതിനൊരു അംഗീകാരമായിട്ട് കാണുക. വെളിയിലോട്ട് പോയാലും മുസ്ലിമായ സമയത്തുണ്ടായിരുന്ന അവന്റെ പേര് ഉപേക്ഷിക്കാതിരിക്കുക. അപ്പൊ അതല്ല ഇസ്ലാമിന്റെ വെളിയിലോട്ട് പോകുക. ആരിഫ് ഹുസൈൻ, ജബ്ബാർ ഇവരെ ഒന്നും കണ്ടു കഴിഞ്ഞാൽ പഠിച്ചവനെ എത്ര മുബാറക്കായ, എത്ര നല്ല മുബാറക്കായ മനുഷ്യന്മാരെന്നറിയാം, എത്ര നല്ല ആൾക്കാരെന്നറിയാം. ജബ്ബാർ, ഇസ്ലാമിന്റെ വെളിയിലോട്ട് ഒരു കാലത്ത് ഇസ്ലാമിക പ്രഭാഷകരായിരുന്നു. ഇസ്ലാമിന് വേണ്ടി പോരാട്ടം ശ്രദ്ധിച്ചവർ ഇന്നവർ ഇസ്ലാമിനെ വിമർശിക്കുന്നു. പാതിരാത്രി ഫോൺ ഓണാക്കുന്നു, യൂട്യൂബിൽ ലൈവിൽ വരുന്നു, ഇസ്ലാമിനെ പറയുന്നു. അതിനൊരു തൊഴിലാക്കി മാറ്റിയവർ ഇന്ന് സർവ്വവ്യാപകമായി മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു കാക്കുമാറാവട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ. സഹോദരങ്ങളെ ചിന്തിക്കണം. 20 കോടിയോളം വരുന്നവരാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ. അതിൽ 1,20,00,000 വരുന്ന ചെറുപ്പക്കാർ മതം വിട്ട് പുറത്തോട്ട് പോയി 5 വർഷം കൊണ്ട് സോഷ്യൽ മീഡിയ അതിപ്രസരമായപ്പോൾ ഒരു 5-6 വർഷത്തെ ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷമാണ് സോഷ്യൽ മീഡിയ ഇത്രയ്ക്കും വ്യാപിച്ചത്. അപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണ് ഇസ്ലാമിൽ നിന്നും ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു കാക്കുമാറാവട്ടെ. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ ഒന്നാമത്തെ മാനദണ്ഡമായിട്ട് പറഞ്ഞത്. ഒന്നും വേണ്ട, നബിതങ്ങളിൽ അടിയുറച്ച വിശ്വാസമുണ്ടോ ഇലൽ ജന്ന, എന്നാൽ മാത്രമേ നിനക്ക് സ്വർഗ്ഗമുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ. സുന്നത്തുകളെ പറയുന്നതിന് മുമ്പ്, നബിതങ്ങളുടെ ജീവചരിത്രം പഠിക്കുന്നതിന് മുമ്പ്, നബിതങ്ങളെ സ്നേഹിക്കണം എന്ന് പറയുന്നതിന് മുമ്പ് ഒക്കെയും അല്ലാഹുവിന്റെ ഖുർആൻ ഒന്നാമതായിട്ട് പറഞ്ഞു. ഒന്നാമതായിട്ട് നബിതങ്ങളിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടാക്കി. അതാണ് ഒന്നാമതായിട്ട് വേണ്ടത്. ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ ഉടമയായിരുന്നു സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നിന്നും പഠിക്കേണ്ട ഒരു അധ്യായമുണ്ട്. വളരെ മനോഹരമാണ് അധ്യായം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്രൂദ് എന്ന് പറയുന്ന ഏകാധിപതിയായ രാജാവ് തീക്കുണ്ടാരത്തിലോട്ട് വലിച്ചെറിയാൻ വേണ്ടി തീരുമാനിച്ചു. ആ തീക്കുണ്ടാരത്തിന്റെ മുകളിലൂടെ പറന്നു നടക്കുന്ന പരുന്തുകൾ പോലും ചൂട് സഹിക്കാൻ കഴിയാതെ താഴോട്ട് കരിഞ്ഞ് വെണ്ണീറായിട്ട് വീടുമായിരുന്നു. മീറ്ററുകൾക്ക് ഇപ്പുറത്തൂടെയാണ് ആളുകൾ നടന്നുകൊണ്ടിരുന്നത്. അത്രയും കഠോരമായ ഒരു തീക്കുണ്ടാരം. ആ തീക്കുണ്ടാരത്തിലോട്ട് കവണ ഉപയോഗിച്ച് ഇബ്രാഹിം നബിയെ വലിച്ചെറിയാൻ പോവാണ്. നാട്ടുകാരൊക്കെ കൂടിയിട്ടുണ്ട് ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലിട്ട് കരിക്കുന്നത് കാണാൻ വേണ്ടി. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിലോട്ട് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ, അങ്ങയെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പറഞ്ഞു, എങ്ങനെ രക്ഷപ്പെടണം? അല്ലാഹു പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, എങ്ങനെ രക്ഷപ്പെടണം പറഞ്ഞോ, ഞാൻ സഹായിക്കാം. ആ സമയത്ത് ഈമാനിന്റെ പര്യായമായ ഇബ്രാഹിം നബി കൊടുത്തൊരു മറുപടിയുണ്ട്. ഇൽമുഹു ബിഹാദി യുഗ്നി അൻ സുആലി ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. എന്തിനാണ് കടന്നു വന്നതെന്നെ സഹായിക്കാനല്ലേ, എന്നെ രക്ഷപ്പെടുത്താനല്ലേ? ഞാൻ എന്തിനാണ് ഈ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നതെന്നറിയുമോ? എന്തിനാണ് എന്നെ തീക്കുണ്ടാരത്തിലോട്ട് വലിച്ചെറിയാൻ പോകുന്നതെന്നറിയുമോ? എന്റെ നാട്ടിൽ ഞാനൊരു പ്രശ്നമുണ്ടാക്കിയതിന്റെ പേരിലല്ല, എന്റെ വ്യക്തിപരമായ കാരണം കൊണ്ടല്ല. എന്റെയും നിന്റെയും പടച്ച സർവാധിപനായ, സർവലോക പരിപാലകനായ, സർവലോക സംഹാരകനായ, സർവലോക സംഹാരകനും സംരക്ഷകനുമായ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിലാണ് എന്റെ ഈ തീക്കുണ്ടാരത്തിലോട്ട് വലിച്ചെറിയാൻ പോകുന്നത്. അവനെന്നെ രക്ഷപ്പെടുത്തും. ജിബ്രീൽ, നിന്റെ സഹായം എനിക്ക് വേണ്ട ജിബ്രീൽ.
ജിബ്രീൽ അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ മടക്കി അയക്കാൻ തുടങ്ങുകയാണ്. ജിബ്രീൽ പറഞ്ഞു, നബിയേ ഞാൻ സഹായിക്കുന്നില്ല, പോകുകയാണ്. അല്ലാഹു അങ്ങേ സഹായിക്കും. പക്ഷേ അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്യൂ, അല്ലാഹുവിനോട് ദുആ ചെയ്യൂ. അങ്ങയെ സഹായിക്കാൻ റബ്ബിനോട് പ്രാർത്ഥിക്കൂ. ഈ സമയത്താണ് ഇബ്രാഹിം നബി പറയുന്നത്, ഞാൻ എന്തിനാണ് പടച്ചറപ്പിനോട് ദുആ ചെയ്യേണ്ടത്? എന്റെ അവസ്ഥയെ കുറിച്ച് പടച്ചറപ്പിനറിയാമല്ലോ. ഞാൻ ഈ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പടച്ചവൻ കാണുന്നുണ്ടല്ലോ. അവനവനെ സഹായിക്കും ജിബ്രീൽ. അതുകൊണ്ട് ദുആ ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. ഇതുപോലൊരു ഈമാൻ എവിടെയാണ് കാണാൻ സാധിക്കുക? പരീക്ഷണങ്ങളിൽ സഹായിക്കാമെന്ന് പറഞ്ഞ് കടന്നു വന്ന മനുഷ്യനെ നോക്കിക്കൊണ്ട് എന്റെ റബ്ബ് എന്നെ ചോദിക്കാതെ തന്നെ സഹായിക്കുമെന്ന് പറയണമെങ്കിലോ ആ ഈമാൻ എത്ര വലുതാണ് ചെറുപ്പക്കാരാ, ആ ഈമാൻ എത്ര വലുതാണ് ചെറുപ്പക്കാരാ. ഇത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടു. ഇബ്രാഹിം നബിയുടെ വാചകങ്ങൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടു. അല്ലാഹു ഈ കുണ്ടാരത്തോട് പറയുന്നു, യാ നാറ് കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ദീനോട് അല്ലാഹു പറയുകയാണ്, നീ ഇബ്രാഹിമിനെ കരിക്കരുത്, നീ ഇബ്രാഹിമിന് ഒരു പരീക്ഷണ വസ്തുവാകരുത്. ഇബ്രാഹിമിന് നീ തണുപ്പാകണം, വസലാമൻ നീ സുരക്ഷിതമായ താവളമാകണം. ഇതാണ് സഹോദര ഈമാൻ, ഇതാണ് ഈമാൻ. നമ്മൾ ആലോചിച്ച് നോക്കിക്കേ, ഈ വരുന്ന വഴിക്ക് ഞാൻ ഒരു ആക്സിഡന്റിൽ പെട്ടു എന്ന് കരുതുക, അല്ലാഹു എത്താതിരിക്കുമാറാവട്ടെ. അങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ എന്നെ ഒരാൾ സഹായിക്കാൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നു, ഞാൻ അദ്ദേഹത്തോട് പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ ദീൻ പറയാൻ വേണ്ടി പോവാണ്, അല്ലെങ്കിൽ പോയിട്ട് വരാണ്, എന്നെ അല്ലാഹു സഹായിക്കും എന്ന് പറയാനുള്ള ഈമാൻ എനിക്കുണ്ടോ? നിങ്ങളൊരു പരീക്ഷണത്തിൽ പെടുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ എന്ന് പറയുന്ന മനുഷ്യനെ നോക്കിക്കൊണ്ട് എന്നെ റബ്ബ് സഹായിക്കും എന്ന് പറയാനുള്ള ഈമാൻ നമ്മളിൽപ്പെട്ട ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കണ്ടേ? അത്രയൊന്നും വേണ്ട. പ്രതിസന്ധിയുടെ സമയത്ത് ഒരു ഹസ്ബി അല്ലാഹ് എന്നെങ്കിലും പറയാനുള്ള ഈമാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഈമാൻ നിബിധങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ പോകാൻ. നിബിധങ്ങൾ പറഞ്ഞു, ലോകാവസാന സമയത്ത് ഏറ്റവും വലിയ മുഅ്മിൻ അവൻ പാതിരാത്രി നമസ്കരിക്കുന്നവനല്ല, 5 വഖത്ത് കൃത്യമായിട്ട് നമസ്കരിക്കുന്നവനല്ല. അവസാന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മുഅ്മിനും മുസ്ലിം ആരാണെന്ന് പഠിച്ചു വെച്ചു. സർവ്വവ്യാപകമായിട്ട് വ്യഭിചാര പദമാടും. ആ സമയത്ത് വഴിയിലൂടെ നടന്നു പോകുമ്പോ മാറി നിന്നിട്ട് ചെയ്യ്, ഇത് നടക്കണ വഴിയല്ലേ എന്ന് പറയുന്നവനായിരിക്കും അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ മുഅ്മിൻ എന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഒരു കാലഘട്ടത്തിലോട്ടാണ് പതിയെ നമ്മുടെ സഞ്ചാരം. അങ്ങനെ ഒരു കാലഘട്ടത്തിലോട്ടാണ് നമ്മുടെ ഈ ലോകം ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു കാക്കുമാറാവട്ടെ. നമ്മുടെ കാലഘട്ടം, നമ്മുടെ മക്കൾ നമ്മുടെ പ്രായത്തിലാകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ കാലഘട്ടം ഇങ്ങനെ സർവ്വഗണങ്ങളും തൊടിയില്ലാതെ നടക്കുന്ന കാലഘട്ടം, എവിടെ നോക്കിയാലും തൊടിയില്ലാത്തതാണ്. ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ 15 വർഷത്തിന് ശേഷമുള്ള അവസ്ഥ. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ഫആമിനു ബില്ലാഹി വറസൂലിഹി വന്നൂരില്ലദീ അൻസൽനാ. ഒന്നാമതായിട്ട് വേണ്ടത് അടിയുറച്ച വിശ്വാസമാണ്. ആ വിശ്വാസമില്ലാത്തതിന് സ്വർഗ്ഗമില്ല. 2, അല്ലാഹുവിന്റെ ഹബീബിനോടൊപ്പം സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടി ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന ഒരു വാചകമാണ്. എത്രയോ നാളായിട്ട് നമ്മുടെ ജുമുഅ നമസ്കരിക്കാൻ വേണ്ടി കടന്നു പോകാറുണ്ട്, ജുമുഅയ്ക്കും ഖുതുബയ്ക്കും വേണ്ടി കടന്നു പോകുന്ന സഹോദര, ഒന്നാമത്തെ ഖുതുബ കഴിഞ്ഞിട്ട് ഇമാമ ഇരിക്കാൻ പോകുന്ന സമയത്ത് അവിടം ഓതുന്നൊരായത്താണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ആരാണോ അല്ലാഹുവിന്റെ ഹബീബിനെ വഴിപ്പെടുന്നത്, ആരാണോ നബിതങ്ങൾ പറഞ്ഞതുപോലെ ജീവിക്കുന്നത്, ആരാണോ നബിതങ്ങൾ കൽപ്പിച്ചതനുസരിക്കുന്നത്, അവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗമുണ്ട്
ഉണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ എത്രയോ കാര്യങ്ങൾ നബിതങ്ങളെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, എത്രയോ കാര്യങ്ങൾ നബിതങ്ങളെ ചെയ്യരുതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സന്ദർഭോചിതമായിട്ട് ഈ വിഷയം സംവദിക്കാം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവസാന നാളുകളിൽ സ്വഹാബത്തിനോട് പറഞ്ഞത്, സ്വഹാബ ഇത്തഖുല്ലാഹ് വത്തഖൂ ഹറാം, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ സ്വഹാബ, ഹറാം ഹലാലുകൾ നിങ്ങൾ ശ്രദ്ധിക്കണേ സ്വഹാബ. ഹലാലാണോ ഹറാമാണോ താൻ സമ്പാദിക്കുന്നതെന്ന് ചിന്തിക്കാതെ സമ്പത്ത് വാരിക്കൂട്ടുന്ന കാലഘട്ടം കടന്നു വരും സ്വഹാബ. യഅതി അലൈക്കും സമാൻ ലാ യുബാലി അൽമർഉ മാ അഖദ മിൻഹു മിനൽ ഹലാലി അം മിനൽ ഹറാം. ഒരു കാലഘട്ടം കടന്നു വരും സ്വഹാബ. അന്ന് മനുഷ്യൻ ഒരുപാട് സമ്പാദിക്കും, സമ്പത്ത് ഇഷ്ടം പോലെ ഈ സമുദായത്തിലുണ്ടായിരിക്കും, മക്കൾക്കും രണ്ട് പരമ്പരകൾക്കും തിന്നാനുള്ള സമ്പത്ത് വാരിക്കൂട്ടും. പക്ഷേ സമ്പാദിക്കുന്നവൻ ചിന്തിക്കാത്തൊരു വിഷയമുണ്ടാകും. എന്തെന്നറിയുമോ? അമ്മിനൽ ഹലാലി അമ്മിനൽ ഹറാം. ഈ സമ്പാദിക്കുന്നത് ഹറാമാണോ, ഈ സമ്പാദിക്കുന്നത് ഹലാലാണോ എന്ന് ചിന്തിക്കാതെ സമ്പാദിക്കുന്ന കാലഘട്ടം കടന്നു വരാതെ ഈ ലോകം അവസാനിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണ്ടേ സഹോദര, തിന്നുന്ന ഭക്ഷണം ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കാത്തവരുണ്ട്. എവിടെ ഇറച്ചി കിട്ടിയാലും കയറിയിരിക്കുകയാണ്, തിന്നുകയാണ്. ആരാണ് അറത്തതോ അവൻ മുസ്ലിമാണോ? മുസ്ലിമാണെങ്കിൽ തന്നെ അനുസരിക്കുന്നവനാണോ? അല്ലാഹുവിനെ പേടിയുള്ളവനാണോ പേടിയില്ലാത്തവനാണോ? ഇതൊന്നും നോക്കാതെ ഭക്ഷിക്കുന്ന മുസ്ലിമേ, നിന്റെ വയറിന്റെ അകത്തോട്ട് ഒരു ഹറാമായ ഭക്ഷണം ചെന്നാൽ, നിന്റെ വയറിന്റെ അകത്തോട്ട് ഒരു ഹറാമായ ഭക്ഷണം കടന്നു ചെന്നാൽ, ലാ യഖ്ബലുല്ലാഹു സ്വലാതൻ 40 സ്വബാഹ, 40 ദിവസത്തേക്ക് നിങ്ങൾ ഒരു അമൽ പോലും അല്ലാഹു സ്വീകരിക്കില്ലെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ ഇരിക്കുന്നവരൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിനെ നിങ്ങൾ ഏതർത്ഥത്തിലെടുത്താലും എനിക്ക് കുഴപ്പമില്ല. ഇന്ന് മുസ്ലിം വിവാഹ സദസ്സുകളിലോട്ട് കടന്നു പോകാൻ പോലും പേടിയാണോ? കാരണം അവര് ഏൽപ്പിക്കുന്ന കേറ്ററിംഗുകാരും അവര് കൊണ്ടുവരുന്ന ഇറച്ചി ഹലാലാണോ ഹറാമാണോ എന്ന സംശയമാണ്. ഹലാലാണോ ഹറാമാണോ എന്ന സംശയമാണ്. ഈ അടുത്ത സമയത്ത് കൊല്ലം ഭാഗത്ത് ഒരു കല്യാണം കൂടാൻ വേണ്ടി കടന്നുപോയി. ഞാൻ അങ്ങോട്ട് കടന്നു ചെന്നു. കാറ്ററിംഗുകാരുടെ വേഷത്തിന്റെ പുറകിൽ അവർ എഴുതി വെച്ചിരിക്കുന്നു ഒരു പേര്, ഞാൻ പറയുന്നില്ല ആ പേര്. ഞാൻ അവരൊന്ന് വിളിച്ചു, ഒരാളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, സഹോദരൻ ഈ ഇറച്ചി എവിടെ നിന്നാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് അറുത്ത ഇറച്ചിയാണ്, ഇതര സമുദായ സഹോദരനാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് അറുത്ത ഇറച്ചിയാണോ? അറുത്ത ഇറച്ചിയാണ്. ആരറുത്തു? മുസ്ലിം അല്ല, നിസ്കാരമുള്ളവനല്ല. നമ്മൾ മനസ്സിലാക്കിയ ഹലാലായ ഇറച്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? അറുത്ത ഇറച്ചി. അങ്ങനെയല്ല പറയണം. അറുത്ത ഇറച്ചി, ആരറുത്ത ഇറച്ചി, അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലും അറുക്കാനത് ഹലാലാകുമോ? ചിന്തിക്കണ്ടേ? ഇതൊക്കെ നബി നിങ്ങൾ പറഞ്ഞ കാര്യമല്ലേ? പബ്ലിക്കിലൊക്കെ ഇതൊക്കെ ചർച്ച ചെയ്യലും കാര്യം വേറെയാണ് എന്ന് നിങ്ങൾ പറഞ്ഞാലും വളരെ ഗൗരവത്തോടുകൂടി നബി നിങ്ങൾ പറഞ്ഞു തന്ന കാര്യമാണ്. 40 ദിവസം ഹറാമായ ഒരു ഉരുള ഭക്ഷണം വയറിനകത്തോട്ട് കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവന്റെ നിസ്കാരം ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കില്ല. കഅബയുടെ കില്ല കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞാലും ശരി. അത്രയും ഗൗരവമുള്ള ഒരു കാര്യമാണ്. സഹോദരൻ മുസ്ലിം മറക്കണം. മുസ്ലിം നാമധാരിയായാൽ മതിയോ? 5 വക്ത് നിസ്കാരമുള്ളവനായിരിക്കണം. അവൻ കള്ളുകുടിയനാണെങ്കിൽ അവൻ മുസ്ലിമാണോ? അല്ല. അവൻ അറക്കുന്ന ഇറച്ചി ഹലാലാകോ? ഇല്ല. ആരെങ്കിലും അറക്കാൻ പോരാ. ഒരു മുസ്ലിമായ മനുഷ്യൻ അറുത്ത ഇറച്ചിയായിരിക്കണം. അത് വീട്ടിൽ മേടിച്ചുകൊണ്ട് കൊടുക്കും. അതല്ലാത്ത പക്ഷം നമ്മൾ ഈ കഷ്ടപ്പെട്ട് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പാചകം ചെയ്തുകൊണ്ട് നമ്മുടെ മക്കളും കഴിച്ച് അവരുടെ അമലുകളുടെ കൂടി ബാധ്യതയായി പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളുടെ നാളെ ഭക്ഷണം എങ്ങനെ പറഞ്ഞു തീർത്ത് നോക്കാൻ നോക്കിയിരിക്കുന്നത്. നമ്മുടെ മക്കളുടെ കാര്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? അപ്പൊ ഒന്ന് ചിന്തിക്കും, ആലോചിക്കും. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. എത്രയോ സ്ഥലങ്ങളിൽ അല്ലാഹു പറഞ്ഞു. പ്രവാചകന്മാരോടൊക്കെയും അല്ലാഹു
നിർദ്ദേശിച്ചത് യാ അയ്യുഹർ റസൂൽ ഖുലൂ മിൻ ത്വയ്യിബാതി വഅമലൂ സാലിഹാ. അവരോട് അല്ലാഹു ആദ്യം പറഞ്ഞത് ഹലാൽ കഴിക്കുക, എന്നിട്ട് നിങ്ങൾ നന്മ ചെയ്യുക. മുഅ്മിനീങ്ങളോട് അല്ലാഹു പറയുകയാണ് യാ അയ്യുഹല്ലദീന ആമനൂ ഖുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും വഷ്കുറൂ ലില്ലാഹ്. വിശ്വാസിയായ സഹോദര, കബറുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്, മഹ്ശറുണ്ട്, മീസാനുണ്ട്, സിറാത്തുണ്ട്, കിതാബ് മേടിക്കാനുണ്ടെന്ന വിശ്വാസമുള്ള സഹോദര, നീ നല്ലത് തിന്നെ, ഹലാല് തിന്നെ, എന്നിട്ട് അല്ലാഹുവിന് വേണ്ടി നീ നമസ്കരിക്കുക. പിന്നെയും അല്ലാഹു പറയുകയാണ് യാ അയ്യുഹന്നാസ് ഖുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ വലാ തത്തബിഊ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരികയാണ്, പരിശുദ്ധമായ ഖുർആനിൽ 58 തവണ പേരെടുത്ത് പരാമർശിച്ച ഇബ്ലീസിന്റെ പിശാചിന്റെ കാൽപാദങ്ങൾ നിങ്ങൾ അനുധാവനം ചെയ്യരുത്. നിങ്ങൾ നല്ലത് കഴിച്ചില്ലെങ്കിലോ, നിങ്ങൾ ഹറാമ് കഴിച്ചെങ്കിലോ, നിങ്ങൾ പിശാചിന്റെ കൂട്ടരാ. നിങ്ങളുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് ഹലാൽ ഹറാമുകളെ ശ്രദ്ധിക്ക് സഹോദര, ഹറാം ഹലാലുകളെ ശ്രദ്ധിക്ക് സഹോദര. സമ്പാദിക്കുന്ന പൈസയിൽ മറ്റൊരുത്തന്റെ കണ്ണുനീര് പറ്റിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തൂ. മറ്റൊരുത്തനെ ചതിച്ചുണ്ടാക്കിയ പൈസയല്ല പോക്കറ്റിൽ കിടക്കുന്നതെന്ന് ഉറപ്പുവരുത്തൂ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്തെന്നറിയുമോ? നാളെ പരലോകം നിങ്ങളുടെ മുന്നിലോട്ട് കടന്നു വരാനുണ്ടല്ലോ, പരലോകം നിങ്ങളുടെ മുന്നിലോട്ട് കടന്നു വരാനുണ്ടല്ലോ. ചെമ്പിന്റെ തറയിൽ ചവിട്ടി നിന്ന് ഒരു ചാണുകളിൽ കത്തി ജ്വലിച്ചു നിൽക്കുന്ന സൂര്യന്റെ ചൂട്, ആ ചൂട് താങ്ങാനാകാതെ തലക്കരത്തിരിക്കുന്ന തലച്ചോറ് നെറ്റിയിലൂടെ താഴോട്ട് ഒഴുകിയൊലിക്കുന്ന ദിവസം കടന്നു വരാനുണ്ടല്ലോ. ആ ദിവസത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ കിടന്ന് തുറന്നു തരികയാണ്. 4 ചോദ്യങ്ങളുണ്ട് സഹാബ. ആ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാതെ ഒരു മനുഷ്യനും നാളെ പരലോകത്ത് നിന്ന് അനങ്ങാൻ സാധിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ ദുനിയാവിൽ വെച്ച് തന്നെ പഠിച്ചു വെച്ചു, ദുനിയാവിലിരുന്ന് തന്നെ പഠിച്ചു വെച്ചു. നിങ്ങളെ അല്ലാഹു ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്തെന്നറിയുമോ? ഒരുപാടായി സംഭാവനയൊക്കെ തന്നില്ലേ? 40, 50, 60, 70 വയസ്സ് വരെ പടച്ചവന്റെ ആയുസ് തന്നില്ലേ? ഈ ആയുസ് കൊണ്ട് നീ എന്താണ് പ്രവർത്തിച്ചത്? എന്റെ ദീനിന് വേണ്ടി നീ എന്താണ് ചെയ്തത്? എന്റെ ദീൻ പ്രചരിപ്പിക്കാൻ നീ കൊണ്ടുനിന്നോ? അതല്ല ദീനിനെ വെറുക്കാൻ നിന്റെ ജീവിതം കാരണമായോ? അല്ലാഹു ചോദിക്കുമാ. ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ നമുക്ക് അനങ്ങാൻ സാധിക്കില്ല. രണ്ടാമത്തെ ചോദ്യം എന്തെന്നറിയുമോ? നിനക്ക് ഒരുപാട് അറിവുണ്ടായിരുന്നല്ലോ, പല മതവിജ്ഞാന സദസ്സുകളിലും പോയിരുന്നു, പലതും നീ പഠിച്ചിരുന്നല്ലോ, പല പ്രഭാഷകരുടെയും പ്രഭാഷണങ്ങളെ കേട്ടിരുന്നല്ലോ. വെള്ളിയാഴ്ച വാര കൊടുക്കുന്നതിന് മുൻപ് പള്ളിയിലോട്ട് കടന്നു ചെന്നു അല്ലാഹുവേ ഹബീബ് പറയുന്ന പ്രഭാഷണം കേട്ടവരാണ്, ഒരുപാട് പഠിച്ചവരാണ്. ഒരുപാട് സദസ്സുകളിൽ പോയിരുന്നവള് അവിടെ നിന്ന് പഠിച്ച ഇൽമനുസരിച്ചു നീ എന്ത് പ്രവർത്തിച്ചു? നിന്റെ പെൺമക്കളോട് നീ പറഞ്ഞു കൊടുക്കോ? നിന്റെ വീട്ടിലുള്ള ഭർത്താവിനോട് നീ പറഞ്ഞു കൊടുക്കോ? വീട്ടിലിരിക്കുന്ന മക്കളോട് പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, അറിവുള്ള കാര്യങ്ങളും മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലാഹു ചോദിക്കും സഹോദര, അല്ലാഹു ചോദിക്കും സഹോദര. ഒന്നാമതായി അല്ലാഹു ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയോ? അല്ലാഹു നിനക്ക് യുവത്വം തന്നില്ലേ? വൈകല്യമില്ലാത്ത ശരീരം തന്നില്ലേ? ക്യാൻസർ ഇല്ലാതെ പടച്ചവൻ നിന്നെ നടത്തുന്നില്ലേ? ട്യൂമർ തന്നിട്ട് പടച്ചവൻ കിടത്തി കളഞ്ഞില്ലേ?
പറഞ്ഞിട്ടില്ലല്ലോ, മജ്ജ മാറ്റി വെക്കണമെന്ന് ഡോക്ടർമാര് പറഞ്ഞിട്ടില്ലല്ലോ. ആരോഗ്യമുള്ള ഉപ്പാ, നിന്റെ ജീവിതം കൊണ്ട് നീ എന്ത് പ്രവർത്തിച്ചെന്ന് റബ്ബിനോട് കണക്ക് പറയേണ്ടി വരും. നിന്റെ ജീവിതം കൊണ്ട് നീ എന്ത് പ്രവർത്തിച്ചെന്ന് റബ്ബിനോട് നീ കണക്ക് പറയേണ്ടി വരും. നാലാമത്തെ ചോദ്യം എന്തെന്നറിയുമോ? വാഴ കേൾക്കാൻ വേണ്ടി കടന്നു വന്ന മുസ്ലിമേ, പഠിച്ചു വെച്ചോ സഹോദരാ, പഠിച്ചു വെച്ചോ സഹോദരാ. ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ, ഒരുപാട് ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ, ഒരുപാട് ബാങ്ക് ബാലൻസ് ഉണ്ടല്ലോ. എവിടെ നിന്നാണ് നീ സമ്പാദിച്ചത്? എവിടെ നിന്നാണ് നീ സമ്പാദിച്ചത്? അതെവിടെയാണ് നീ ചെലവഴിച്ചത്? സിനിമ കാണാൻ തിയേറ്ററിൽ കൊടുത്തു, കൂലം നടത്തുന്നവർക്ക് കൊടുത്തു, പ്രവർത്തിക്കുന്നവർക്ക് കൊടുത്തു, അതെല്ലാം മുറമേൽ പള്ളി പണിയുന്നതിന് വേണ്ടി കൊടുത്തു. നന്മയ്ക്ക് വേണ്ടി നീ സമ്പാദ്യം കൊടുത്തു. നല്ല സമ്പാദ്യമാണോ നിന്റെ വയറിനകത്ത് കിടക്കുന്നത്? നിന്റെ മക്കൾ തിന്നത്, നിന്റെ ഭാര്യ തിന്നത്? അല്ലാഹുവിന്റെ മുന്നിൽ ഉത്തരം പറയാതെ വെച്ചാലൊരടി പോലും മുന്നോട്ട് വെക്കാൻ സാധിക്കില്ലെന്നു അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. സമ്പാദിച്ചത് ഹലാലാണോ ഹറാമാണോ? എവിടെ നിന്ന് സമ്പാദിച്ചു? അതെവിടെ ചെലവഴിച്ചു? അല്ലാഹുവിന്റെ മുന്നിൽ ഉത്തരം പറയാതെ ഒരു പിതാവിനും ഒരു കുടുംബനാഥനും വീട്ടിലോട്ട് വരുമാനം ഉണ്ടാക്കുന്ന ഒരാൾക്കും ഒരടി പോലും നാളെ പരലോകത്ത് മുന്നോട്ട് ചലിക്കാൻ സാധിക്കില്ല. അല്ലാഹു നമ്മുടെ സമ്പാദ്യം നന്നാക്കി പെരുമാറാവട്ടെ. ഹറാം നമ്മുടെ മക്കളെ ഭക്ഷിപ്പിക്കുന്നുവെങ്കിൽ തീർന്നു. അല്ലാഹുവിന്റെ ഉത്തരം പറയും. ഹറാമായ സമ്പാദ്യമാണ് നമ്മുടെ സമ്പാദ്യമെങ്കിൽ നബിതങ്ങൾ പറയുന്നുണ്ട്, അവൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ അദാബ്, അവൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ അദാബ്, അവന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം കൊടുക്കില്ല. ഇല്ല ദീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് 1.5 മണിക്കൂറായി പണിയില്ല. ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ സ്വലാത്ത് ചൊല്ലിയ നമുക്കൊക്കെയും മദീന കാണാനുള്ള തൗഫീഖ് അല്ലാഹു നൽകിലേക്ക് മാറാവട്ടെ. പടച്ചവനെ, ഹജ്ജ് ചെയ്യാൻ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് കാരണമാക്കണേ അല്ലാഹ്. ഹജ്ജ് ചെയ്യാൻ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് കാരണമാക്കണേ അല്ലാഹ്. ഈ വാക്ക് പറയുന്നതും ഇവിടെ കേൾക്കാൻ വന്നിരിക്കുന്നതും ഈ കാണാവുന്ന സംവിധാനങ്ങളും ഒക്കെ ഞങ്ങൾ ചെയ്തത് നിന്റെ ഹബീബിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അത് കേവലം ആദര വ്യായാമമാക്കി മാത്രം നീ മാറ്റേണ്ട പടച്ചവനെ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ ഹബീബിനോടുള്ള മഹബത്ത് നീ നിലനിർത്തി തരണേ അല്ലാഹ്. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഹബീബിനോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു മേഖലകളിലും ഹറാം ഇല്ല എന്ന് ഉറപ്പുവരുത്തും. ഹറാമില്ല എന്ന് ഉറപ്പുവരുത്തും. നമ്മുടെ മക്കൾക്ക് നമ്മൾ മേടിച്ചു കൊടുക്കുന്ന ഭക്ഷണം ഹറാമല്ല, ഹലാലാണ് എന്ന് ഉറപ്പുവരുത്തും. മറ്റൊരുത്തരുടെ കയ്യിൽ നിന്നും പോക്കറ്റിലോട്ട് മേടിച്ചിരുന്ന പൈസ അത് മറ്റൊരുത്തരുടെ പൊരുത്തമില്ലാത്ത പൈസയാണോ അതെയോ പൊരുത്തമുള്ള പൈസയാണോ എന്ന് ആലോചിച്ചിട്ട് മേടിച്ചു. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിനോടൊപ്പം നമുക്ക് സ്വർഗ്ഗമുണ്ട്. നമ്മുടെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകും. ഒരുപാട് ഉമ്മമാർ പറയാറുണ്ട്, സാർ ഞാൻ 33 കൊല്ലമായിട്ട് ദുആ ചെയ്യുന്നു, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല, വസ്തുവില്ല, എന്റെ ദുആ എന്റെ പടച്ചവൻ കേൾക്കാത്തത്. അങ്ങനെ പരാതി പറയുന്ന പലരും ഉണ്ട്. നബിതങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, ഒരു മനുഷ്യനെ ഉദാഹരണം വെച്ച് ഉദാഹരണം ചെയ്ത് ജീവിതങ്ങൾ പറഞ്ഞു തരികയാണ്. അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം അവിടുന്ന് പറയുകയാണ്, വമത്അമുഹു ഹറാം വമശറബുഹു ഹറാം വമൽബസുഹു ഹറാം. ഒരു മനുഷ്യൻ കഅബാലയത്തിന്റെ പാടയിൽ നിന്നിട്ട് ജട പിടിച്ച മുഖമായിട്ട് പൊടി പിടിച്ച ശരീരവുമായിട്ട് റബ്ബിനോട് ദുആ ചെയ്യുന്നു, യാ റബ്ബി യാ അല്ലാഹ്
എന്റെ പ്രശ്നങ്ങളും എന്റെ പ്രതിസന്ധികളും എന്റെ പ്രയാസങ്ങളും എന്റെ ദുഃഖങ്ങളും എന്റെ ദുരിതങ്ങളും എന്റെ വേദനകളും വേവലാതികളും എന്റെ പരീക്ഷണങ്ങളും നീ മാറ്റണേ അല്ലാഹ്. എത്രയോ രാത്രികളിൽ നമ്മൾ ദുആ ചെയ്തിട്ടുള്ളതാണ്. പരീക്ഷണങ്ങൾ അനുഭവിക്കാത്ത ആരുമില്ലല്ലോ. കുടുംബം തകർന്നവരായിട്ടുള്ളവരുണ്ട്, കടങ്ങൾ കയറി വലഞ്ഞവരുണ്ട്, സ്വന്തമായിട്ടൊരു വീടില്ലാത്തതിന്റെ പേരിൽ സങ്കടം അനുഭവിക്കുന്നവരുണ്ട്, മക്കൾ വഴിവടച്ചു പോയതിന്റെ പേരിൽ സങ്കടപ്പെടുന്നവരുണ്ട്, ആഗ്രഹിച്ചതുപോലൊരു ജീവിതം കിട്ടാത്തതിന്റെ പേരില് പാതിരാത്രി കിടന്നിട്ട് ഉറക്കം കടന്നു വരാത്തവരുണ്ട്. നബിതങ്ങൾ പറഞ്ഞതുപോലെ പരീക്ഷണങ്ങളില്ലാത്ത ഒരു മനുഷ്യനുമില്ല. പ്രതിസന്ധികൾ അല്ലാഹുവിനോട് എണ്ണി എണ്ണി പറയുമ്പോൾ അതിരാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലാഹുവിനോട് കരഞ്ഞ കണ്ണോടുകൂടി ദുആ ചെയ്യുമ്പോൾ ആ ദുആ സ്വീകരിക്കണോ ആ ദുആ സ്വീകരിക്കണോ സഹോദരാ. ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. അവന്റെ ദുആക്ക് അല്ലാഹുവിന് ഉത്തരം കൊടുക്കണമെന്നുണ്ട്. പക്ഷേ അല്ലാഹുവിന് ഉത്തരം കൊടുക്കാൻ സാധിക്കുന്നില്ല. കാരണം അവൻ ഉടുത്തിരിക്കുന്ന വസ്ത്രം ഹറാമാണ്, അവന്റെ വയറിന്റെ അകത്ത് കിടക്കുന്ന ഭക്ഷണം ഹറാമാണ്, അവൻ കുടിച്ചിരിക്കുന്ന വെള്ളം പോലും ഹറാമാണ്. പിന്നെ എങ്ങനെയാണ് പടച്ചവന്റെ ദുആ സ്വീകരിക്കുന്നത്? മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു വലിയ സ്വഹാബിയാണ്, ഒരുപാട് ഇൽമുള്ളവരാണ്, തഹജ്ജുദ് നമസ്കരിക്കുന്നവരാണ്, സുബ്ഹി കൃത്യമായിട്ട് ജമാഅത്തിൽ പങ്കെടുത്ത് നമസ്കരിക്കുന്നവരാണ്. അതാ സഅദ് റളിയല്ലാഹു തആല അൻഹു നബികളുടെ മുന്നിലോട്ട് കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, നബിയേ, എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല നബിയേ. എത്രയോ പാതിരാത്രികളിൽ ഞാൻ ദുആ ചെയ്തു, പക്ഷേ എന്റെ ദുആ പടച്ചവൻ സ്വീകരിക്കുന്നില്ല. നബി തങ്ങൾ പറഞ്ഞത്, നീ കൂടുതൽ നമസ്കരിക്കുന്നല്ല, നീ സ്വതം കൊടുക്കുന്നല്ല, നീ കഅബയിൽ ചെന്നിട്ട് ഹജ്ജ് ചെയ്യുന്നല്ല. അവിടുന്ന് പറയുന്നു, സഅദ്, നിന്റെ ദുആ പടച്ചവൻ സ്വീകരിക്കണോ? നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണോ? തഖുലു മുസ്തജാബ ദഅവ അത്ലു മത്അമക. നീ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെന്ന് ഉറപ്പുവരുത്ത് സഅദ്, അതിൽ ഹറാമ് പറ്റിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്ത് സഅദ്. ഹലാലാണെങ്കിൽ നിന്റെ ദുആക്ക് അല്ലാഹു തന്നെ ഉത്തരം നൽകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഈ വാളിന്റെ സദസ്സിലോട്ട് കടന്നു വന്ന സഹോദരാ, നബി തങ്ങളോടുള്ള സ്നേഹം യാഥാർത്ഥ്യമാണെങ്കിലോ, അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹം യാഥാർത്ഥ്യമാണെങ്കിലോ, ഫമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. നബി തങ്ങൾ കൽപ്പിച്ചത് നീ ചെയ്യോ, അവിടുന്ന് വേണ്ടെന്ന് പറഞ്ഞതിനെ നീ ഉപേക്ഷിക്ക്. കൽപ്പിച്ചത് നീ ചെയ്യ, വേണ്ടെന്ന് പറഞ്ഞതിനെ നീ ഉപേക്ഷിക്ക്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നബിതങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിലോട്ട് പോകാൻ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് അടിയുറച്ച വിശ്വാസം, രണ്ട് നബിതങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യ, നബിതങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉപേക്ഷിക്ക്. ചെയ്യൂലേ? ചെയ്യൂലേ? ഒരു ഇൻഷാഅല്ലാഹ് പറഞ്ഞേ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഒരു വിരൽ ഞാൻ നിങ്ങളുടെ നേരം നീട്ടുമ്പോൾ മൂന്ന് വിരൽ എന്റെ നേരം അടക്കി പിടിച്ചേക്കാണ്. ആദ്യം ഞാൻ ചെയ്യണം, ശേഷം നിങ്ങൾ ചെയ്യണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ പറയുന്നുണ്ട്, നരകം അല്ലാഹു ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു പണ്ഡിതനെ വെച്ച, നരകം അല്ലാഹു ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു ഹത്തീബിനെ വെച്ച. നല്ലൊരു ഹത്തീബാണ്. ഞാനും ഹത്തീബാണ്, സൽമാൻ ഉസ്താദ് ഹത്തീബാണ്, എല്ലാവരും ഹത്തീബുമാരാണ്, ഈ ഇമാമിങ്ങളാണ്. പല വീടിനാഴ്ചയിലും പാലയാഴ്ചയിലും പോകാറുണ്ട്, പല കട ഉദ്ഘാടനങ്ങൾക്കും പോകാറുണ്ട്. എന്നാലും ആൾ നരകം ഉദ്ഘാടനം ചെയ്യുന്നതും ഒരു പണ്ഡിതനെ വെച്ച് ആ പണ്ഡിതന്റെ ക്വാളിറ്റി എന്താണെന്നറിയോ, ആ പണ്ഡിതന്റെ സ്വഭാവം എന്താണെന്നറിയോ? നിമ തഖൂലൂന മാ ലാ തഫഅലൂൻ. പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഇല്ലാത്ത പണ്ഡിതൻ, അവൻ നാളെ നരകത്തിന്റെ വരവുകൊള്ളിയാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. പടച്ചവനെ, നീ പറയുന്നതൊക്കെയും ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകണേ. നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യാം.
വലിയ പരിചയമൊന്നും കാണത്തില്ല. കഴിഞ്ഞ വർഷം വാതു പറഞ്ഞു, വർഷം വാതു പറഞ്ഞു. അള്ളാഹു ആയുസ് നൽകുന്നുണ്ടെങ്കിൽ ക്ഷണിച്ച അടുത്ത വർഷം വരും. അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ദുആ ചെയ്യുക, അള്ളാഹു നമ്മുടെ നാഫിആത്ത് നൽകിയിരിക്കുമാറാവട്ടെ. പൊരുത്തമുള്ള ഇൽമാക്കി അള്ളാഹു ബാഹുലാക്കുമാറാവട്ടെ. 3 നബി തങ്ങളോടൊപ്പം സ്വർഗ്ഗം ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട 3ാമത്തെ കാര്യം. നിങ്ങളുടെ സമയമൊന്നും ഞാൻ കളയുന്നില്ല, അതൊന്നും നല്ലതുപോലെ കേട്ടോ. ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ 3ാമത് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ആ കാര്യം നീ ആരെയാണ് സ്നേഹിക്കുന്നത് ആ മനുഷ്യനോടൊപ്പമായിരിക്കും നാളെ പരലോകത്തും നീ എന്ന്. ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകനെയാണോ സ്നേഹിക്കുന്നത്, കോടിക്കണക്കിന് ആളുകളുടെ ഇടയിലും ആ മനുഷ്യൻ നിബിധങ്ങളുടെ കൈപിടിച്ച് നാളെ പരലോകത്തുണ്ടായിരിക്കും. നിബിധങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിലുണ്ടായിരിക്കും. 3ാമതായിട്ട് വേണ്ടതാണ് നബിതങ്ങളോടുള്ള ഇഷ്ക്, നബിതങ്ങളോടുള്ള പ്രണയം, നബിതങ്ങളോടുള്ള സ്നേഹം, നബിതങ്ങളോടുള്ള ആർദ്രത 3ാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. 3ാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ആ നബിതങ്ങളോട് സ്നേഹിക്കപ്പെട്ട ഒരു മനുഷ്യൻ നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുക? സ്വഹാബത്തിന് നബിതങ്ങളോട് വല്ലാണ്ട് ഇഷ്ടമുണ്ടായിരുന്നു എന്ന് ലോകത്തെ കാണിച്ചു കൊടുത്ത ഒരു സന്ദർഭമാണ് അവിടുത്തെ വഫാത്ത്. നബിതങ്ങളുടെ വഫാത്ത്, ആ വഫാത്ത് കേൾക്കുമ്പോൾ കണ്ണ് നിറയാതെ പോയൊരു മുസ്ലിമും ലോകത്തില്ല. നബിതങ്ങളുടെ വഫാത്ത് അത് ഓർക്കുമ്പോഴും പറയുമ്പോഴും അത് കേൾക്കുമ്പോഴും അത് വായിക്കുമ്പോഴും ഒക്കെയും ഒരു വിശ്വാസിയുടെ കണ്ണ് നിറയാതെ. ദിനങ്ങളുടെ വഫാത്തിനെ കുറിച്ച് പഠിച്ചപ്പോഴോ ഒരു റബീഉൽ അവ്വൽ 1-ാം ദിവസം തന്റെ ജീവിതത്തിൽ അവസാനത്തെ റബീഉൽ അവ്വൽ, ആ റബീഉൽ അവ്വൽ 1-ാമത്തെ ദിവസം ദുഹറിന് മുമ്പായിട്ട് മദീനത്തെ പള്ളിയിൽ ഒരു മയ്യത്ത് കൊണ്ടുവന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല നബിയെ വിളിച്ചിട്ട് പറഞ്ഞു, നബിയേ, മദീനത്തെ പള്ളിയിൽ ഒരു മയ്യത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു സാധുവിന്റെ മയ്യത്താണ് നബിയേ, അങ്ങയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, അന്നൊന്ന് വരണം, ഇമാമത്ത് നിൽക്കണം, ആ മയ്യത്ത് അടക്കണം എന്ന് ദുആ ചെയ്യണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിലോട്ട് കടന്നു ചെന്നു. അവിടെ നിന്ന് നമസ്കരിച്ചു, നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. ആ മനുഷ്യന്റെ ജനാസയുമായിട്ട് ജന്നത്തുൽ ബഖീയിലോട്ട് പോയി. ആ മനുഷ്യൻ അവിടെ ഖബറടക്കി. മദീനത്തെ പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ഖബർസ്ഥാന്റെ പേരാണ് ജന്നത്തുൽ ബഖീ. അവിടെ ഖബറടക്കപ്പെട്ട ഒരു മുസ്ലിമിന് നാളെ പരലോകത്തെ നബിതങ്ങളുടെ ശുപാർശ, ശഫാഅത്ത് നിർബന്ധമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. മരിക്കുന്നതെങ്കിൽ മദീനത്തിൽ മരിക്കണം, അതും ഹജ്ജും ഉംറയും ചെയ്തതിന് ശേഷം മരിക്കണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. നാളെ പരലോകത്ത് മസ്ജിദുൻ നബവിയുടെ ചാരത്തുള്ള ജന്നത്തുൽ ബഖീയിലെ ഖബർസ്ഥാനിലെ ആളുകളായിരിക്കും നാളെ പരലോകത്തേക്ക് നബിതങ്ങൾ കഴിഞ്ഞാൽ, അമ്പിയാക്കൾ കഴിഞ്ഞാൽ നാളെ പരലോകത്തേക്ക് ആദ്യം എത്തുന്നത്. അവർക്ക് പ്രത്യേക പരിഗണന ഉണ്ടായിരിക്കും. അല്ലാഹു നമുക്കൊക്കെയും ഭാഗ്യം നൽകുമാറാവട്ടെ. അല്ലാഹു നമുക്കൊക്കെയും ഭാഗ്യം നൽകുമാറാവട്ടെ. ആ മനുഷ്യനെ ഖബറടക്കിയിട്ട് നബിതങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിലോട്ട് നടക്കുകയാണ്. വീട്ടിലോട്ട് കടന്നു വന്നിട്ട് നബിതങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നു. ഒരല്പ സമയത്തിന് ശേഷം ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, എന്റെ തലവേദനിക്കുന്നു ആയിഷ. അവിടെ മുതലാണ് തുടക്കം നബിതങ്ങളുടെ വഫാത്തിന് കാരണമായ രോഗങ്ങളുടെ തുടക്കം. ആ തലവേദന വകവയ്ക്കാതെ മരിക്കുന്നതിന് 4 ദിവസം മുമ്പ് വരെയും മദീനത്തെ പള്ളിയിൽ തന്നെ കാത്തിരിക്കുന്ന സ്വഹാബത്തിനെ അവരെ ബുദ്ധിമുട്ടിക്കാതെ നബിതങ്ങൾ കടന്നു വന്ന് ഇമാമത്ത് നിന്നും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ഒരു ദിവസം മഗ്‌രിബിന്റെ സമയത്ത് നബിതങ്ങൾ തലകറങ്ങി വീണു. മഗ്‌രിബ് നമസ്കാരത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് അവിടുന്ന് ബോധക്ഷയമുണ്ടായി തലകറങ്ങി വീണു. ആയിഷ ബീവി റളിയല്ലാഹു തആല നബിതങ്ങളെ താങ്ങി പിടിച്ച് മടിയിലോട്ട് കിടത്തി. 4 പ്രാവശ്യമാണ് നബിതങ്ങൾ തലകറങ്ങി താഴോട്ട് വീണത്. യാ അല്ലാഹ്, മദീനത്തെ പള്ളിയിൽ തന്നെയും കാത്തിരിക്കുന്ന പ്രതീക്ഷിച്ചിരിക്കുന്ന സ്വഹാബത്തിനെ നിരാശരാക്കാതെ അവിടുന്ന് ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, പള്ളിയിലോട്ട് കടന്നു പോകാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നിന്റെ വാപ്പ അബൂബക്കറിനോട് ഞാൻ വിളിച്ചെന്ന് പറ, എന്റെ അരികിലോട്ട് കടന്നു വരാൻ പറ. അതാ തന്റെ പ്രിയപ്പെട്ട പിതാവിനെ തേടി മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല കടന്നു ചെല്ലുകയാണ്. പിതാവിനെയും കൂട്ടിക്കൊണ്ട് നബിതങ്ങളുടെ മുന്നിലോട്ട് കടന്നു വരികയാണ്. അവിടുന്ന് പറഞ്ഞു, അബൂബക്കറേ, ഇനി എനിക്ക് പഴയതുപോലെ ആരോഗ്യമില്ല. നീ മദീനത്തെ പള്ളിയിലെ ഇമാമത്ത് നിൽക്കൂ, നിങ്ങൾ മദീനത്തെ പള്ളിയിലെ ഇമാമത്ത് നിൽക്കൂ. അതാ അബൂബക്കർ തങ്ങളുടെ ഇമാമത്ത് നിൽക്കാൻ ആരംഭിക്കുകയാണ്. നബിതങ്ങളില്ലാതെ
മദീനത്തെ പള്ളിയിൽ നമസ്കാരം ആരംഭിക്കുകയാണ്. നിബിധങ്ങളില്ലാതെ മദീനത്തെ പള്ളിയിൽ നമസ്കാരം ആരംഭിക്കുകയാണ്. പടച്ചവനെ, വർഷങ്ങളോളം തങ്ങൾക്ക് ഇമാമത്ത് നിന്ന ഉസ്താദില്ലാതെ ഇമാമത്ത് നടക്കുന്നു. അവിടെ നമസ്കാരം തുടങ്ങുന്നു. വേറെ ഇമാമാണ്, തങ്ങൾക്ക് പരിചയമുള്ള ഇമാം. പടച്ചവനെ, നബിധങ്ങൾ മാറിയിട്ട് അബൂബക്കർ തങ്ങളാണ്. യാ അല്ലാഹ്, സ്വഹാബത്തെല്ലാവരും വല്ലാത്ത വിഷമത്തിലാണ്. എല്ലാവരും ദുആ ചെയ്യുന്നു. അതാ ഞങ്ങളിലോട്ട് നബിധങ്ങളും മടക്കണേ അല്ലാഹ്, ഞങ്ങളിലോട്ട് നബിധങ്ങളും മടക്കണേ അല്ലാഹ്. ഒരാളത്തും വരുവല്ലേ അല്ലാഹ്. അതാ മരണപ്പെടുന്നതിന്റെ തലേ ദിവസം അവിടുന്ന് കുറച്ച് ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ അബൂബക്കർ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അബൂബക്കറേ, രണ്ടുപേരോട് എന്റെ വീട്ടിലോട്ടൊന്ന് വരാൻ, അവരുടെ സഹായത്തോടുകൂടി ഞാൻ പള്ളിയിലോട്ട് കടന്നു വരാം. അതാ മരിക്കുന്നതിന്റെ വഫാത്താകുന്നതിന്റെ തലേന്നും രണ്ടുപേരുടെയും തോളിൽ കൈയിട്ടുകൊണ്ട് നബിതങ്ങൾ മദീനത്തെ പള്ളിയിലോട്ട് കടന്നു വരികയാണ്. അവിടുത്തെ കാലുകൾ ഭൂമിയിലൂടെ വലിച്ചലച്ചാണ് പള്ളിയിലോട്ട് കടന്നു വന്നത്. കാലുകുത്താൻ പോലും ആരോഗ്യമുണ്ടായിരുന്നില്ലവോ, കാലുകുത്താൻ പോലും ആരോഗ്യമുണ്ടായിരുന്നില്ല. നബിതങ്ങൾ കടന്നു വന്നു. അവിടുന്ന് ഹുതുബയോടുന്ന മിമ്പറിന്റെ പടിയിൽ അവിടുന്ന് കൊണ്ടുവന്നിരുത്തി. അതാ തന്റെ സ്വഹാബത്തിനെ കാണുകയാണ്. അവസാനത്തെ രാത്രിയാണ്. ഈയൊരു രാത്രി വരെ കാണാൻ സാധിക്കില്ല. എല്ലാവരും നിറഞ്ഞു നിൽക്കുന്ന മദീനത്തെ പള്ളിയിലെ നബിതങ്ങൾ ചോദിക്കുകയാണ്, സ്വഹാബാ, ഒരടിമയോട് അല്ലാഹു ചോദിക്കുകയാണ്, ആഖിറത്തിലെ സ്വാതന്ത്ര്യം വേണോ, ദുനിയാവിലെ സ്വാതന്ത്ര്യം വേണോ? ആഖിറത്തിലെ സ്വാതന്ത്ര്യം വേണോ, ദുനിയാവിലെ സ്വാതന്ത്ര്യം വേണോ? ആ അടിമ അല്ലാഹുവിന് കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? ആഖിറത്തിലെ സ്വാതന്ത്ര്യം മതി അല്ലാഹ്. ഇത് കേട്ട അബൂബക്കർ തങ്ങൾ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങുകയാണ്. അവിടൊക്കെ കണ്ണുകളിൽ നിന്നും നിറഞ്ഞു കണ്ണുനീരൊഴുകുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, അബൂബക്കറേ, എന്തിനാണ് ഇത്രമാത്രം കരയാനുള്ള കാരണം എന്താണ്? അവിടൊന്ന് പറഞ്ഞു, സ്വഹാബാ, ചോദിച്ചതാരെന്നറിയുമോ? അല്ലയാ സ്വഹാബാ, ആരോടാ ചോദിച്ചതെന്നറിയുമോ? നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മുടെ നേതാവിനോടാണ് സ്വഹാബാ. നബിതങ്ങളും മടങ്ങുകയാണ് സ്വഹാബാ. നമ്മളിൽ നിന്നും വിടമറയാൻ തുടങ്ങുകയാണ് സ്വഹാബാ. അവിടുന്ന് തന്റെ സ്വഹാബത്തിന് വേണ്ടി ദുആ ചെയ്തു. യാ അല്ലാഹ്, നബിതങ്ങൾ വീട്ടിലോട്ട് മടങ്ങുകയാണ്. റബീഉൽ 12 അന്ന് സുബ്ഹി നമസ്കാരത്തിന് വേണ്ടി അബൂബക്കർ തങ്ങളുടെ പിറകിൽ അണിനിരന്ന് നിൽക്കുന്ന സ്വഹാബത്തിനെ വീട്ടിലുള്ള മറ മാറ്റിയിട്ട് നബിതങ്ങൾ നോക്കുകയാണ്. അല്ലാഹുവേ, അബൂബക്കർ തങ്ങളുടെ പിറകിൽ ചിട്ടയായിട്ട് നമസ്കരിക്കുന്ന നൂറുകണക്കിന് സ്വഹാബത്ത് അവിടുന്ന് അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ്, ഇവർക്ക് വേണ്ടിയാണല്ലോ ഞാൻ 23 വർഷം ത്യാഗം സഹിച്ചത്. ഇവർക്ക് വേണ്ടിയാണല്ലോ എന്റെ പല കൂട്ടുകാരും മരണപ്പെട്ടത്. ഇവർക്ക് വേണ്ടിയാണല്ലോ 5 വർഷം ഞാൻ പട്ടിണി കിടന്നത്. പടച്ചവനെ, ഈ സംഘത്തിന് നീ എല്ലാ കൂവത്തും നൽകണേ അല്ലാഹ്. ഇവർക്ക് നിന്റെ എല്ലാ സഹായങ്ങളും കൊടുക്കണേ അല്ലാഹ്. അന്ന് പ്രഭാതത്തിൽ കടന്നു വന്ന സൂര്യനെ വെളിച്ചമില്ലായിരുന്നു പെങ്ങളെ. അന്ന് മദീനത്ത് വല്ലാണ്ട് വെളിച്ചമില്ലായിരുന്നു. ഒരു 9 മണി കഴിഞ്ഞ് 10 മണിയോടെ സമയത്ത് ആ മദീനത്തെ പള്ളിയിൽ നിന്നും ഒരു മനുഷ്യൻ ഇറങ്ങി വരികയാണ്. നബിതങ്ങളുടെ വീടിന്റെ മുന്നിലോട്ട് കടന്നു വന്നു. എല്ലാവരും ആ മനുഷ്യനെ നോക്കി. ആർക്കും പരിചയമില്ലാത്ത മനുഷ്യനാണ്. നബിതങ്ങളോട് സലാം പറഞ്ഞു. വീടിന്റെ അകത്തോട്ട് കടന്നു വരാൻ അനുവാദം ചോദിച്ചു. ആ മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അരികിലോട്ട് കടന്നു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അന ഖാബിദുൽ അർവാഹ്, അന ഖാബിദുൽ അർവാഹ്, മലക്കുൽ മൗത്ത് അസ്റാഈൽ. ഞാൻ ആരാണെന്നറിയുമോ നബിയേ? ഞാൻ റൂഹ് പിടിക്കുന്ന അസ്റാഈലാണ് നബിയേ. ഞാൻ റൂഹ് പിടിക്കുന്ന അസ്റാഈലാണ് നബിയേ. ഞാൻ എന്തിനാണ് കടന്നു വന്നതെന്നറിയുമോ? അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്, അന്ന് അനുവാദം തന്നാൽ റൂഹ് പിടിക്കാൻ, അനുവാദമില്ലെങ്കിലും മടങ്ങി പോകാൻ. അതുകൊണ്ട്
അതുകൊണ്ട് എന്ത് വേണം യാ റസൂലല്ലാഹ്? അസ്റായീലിനോട് നബിതങ്ങൾ പറയുന്നു, അസ്റായീൽ, ഞാൻ ആഖിറത്തെയാണ് ദുനിയാവിനെക്കാളും വലുതായി കണ്ടത്. ഈ ദുനിയാവിനെക്കാളും എനിക്ക് വലുത് ആഖിറമാണ്. അതുകൊണ്ട് എന്റെ റൂഹിനെ പിടിച്ചോ. അതാ മലക്കുൽ മൗത്ത് മടങ്ങി പോവുകയാണ്. ഫാത്തിമ ബീവി നബിതങ്ങളുടെ അരികിലോട്ട് കടന്നു വന്നു. തന്റെ പ്രിയപ്പെട്ട ഉപ്പയോട് ചോദിച്ചു, ഉപ്പാ, ആരാ കടന്നു വന്നത്? എന്താ അമ്മയോട് പറഞ്ഞത്? നബിതങ്ങളോട് പറയുന്നു, മോളെ ഫാത്തിമ, കടന്നു വന്നത് അസ്റായീലാണ് ഫാത്തിമ. എന്റെ റൂഹിനെ പിടിക്കാനുള്ള അനുവാദം ചോദിച്ച് കടന്നു വന്നതാണ്. ഞാൻ പോവുകയാണ് ഫാത്തിമ, ഞാൻ മടങ്ങുകയാണ് ഫാത്തിമ. ഉമ്മയില്ലാത്ത ഫാത്തിമ ബീവിക്ക് ഉമ്മയും ഉപ്പയുമായിരുന്നു നബിതങ്ങൾ. ഉമ്മയില്ലാതെ വളർന്ന ഫാത്തിമ ബീവിക്ക് ഉമ്മയുടെ സ്ഥാനത്തായിരുന്നു നബിതങ്ങൾ. കുറച്ചവരെ ഫാത്തിമ ബീവി നിലവിളിക്കാൻ തുടങ്ങുകയാണ്. അവിടുന്ന് കരയാൻ തുടങ്ങുകയാണ്. ഫാത്തിമ ബീവിയെ അരികിലോട്ട് വിളിച്ചിട്ട് നബിതങ്ങൾ പറഞ്ഞു, എന്തിനാ മോളെ നീ കരയുന്നത്? ഒരു സന്തോഷവാർത്ത പറഞ്ഞു തരട്ടെ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നിന്നും ആദ്യം എന്റെ അടുക്കലോട്ട് കടന്നു വരുന്നത് നീയാണ്. വൈകാതെ തന്നെ എന്റെ അരികിലോട്ട് പോയി കടന്നു വരും. ആരോടാ പറയുന്നത്? ഫാത്തിമ ബീവിയോടാണ്. എന്താ പറയുന്നത്? നീ മരിക്കുമെന്നാണ്. നമ്മളിൽപ്പെട്ട ഒരാളോടാണ് പറയുന്നതെങ്കിലോ, ഞാനും നിങ്ങളും മരിച്ചു പോകുമെന്നാണ് പറയുന്നതെങ്കിലോ, പ്രാളപ്പെടില്ലേ സഹോദര, ബുദ്ധിമുട്ടാകില്ലേ പെങ്ങള്? ഫാത്തിമ ബീവി ചിരിക്കുകയാണ്. ഫാത്തിമ ബീവി ചിരിക്കുകയാണ്, സന്തോഷം അറിയിക്കുകയാണ്. അതാണല്ലോ ഈമാൻ, അതാണ് പെങ്ങളെ ഈമാൻ. ഫാത്തിമ ബീവി സന്തോഷിച്ചിരിക്കുമ്പോൾ അതാ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി അരികിലോട്ട് വിളിച്ചു. ഒരൽപ്പം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. നബിതങ്ങൾ വെള്ളം കുടിച്ചു. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവിയുടെ മടിയിൽ തല വെച്ച് കിടന്നു. എന്നിട്ട് അവിടുന്ന് പറയുകയാ, അല്ലാഹുമ്മ ഗ്ഫിർലി വറഹ്മനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ. എനിക്ക് പുറത്തുള്ള